IFPHന്റെ 1545 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നതിനായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരിയായ ഡോക്ടർ അനിത സോമനാണ്, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ്, കേരള. അന്തരിച്ച ശ്രീ ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറുടെ ആരാധ്യ. 37 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഇന്നൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഡോക്ടർ എത്തിയിരിക്കുന്നത്. മരുന്നുകളുടെ സവിശേഷതകൾ തേടിയുള്ള യാത്ര. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് അനിത സോമൻ ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമേ നമ്മുടെ ഹോമിയോപ്പതിയുടെ സൃഷ്ടാവായ ഡോക്ടർ ഫ്രെഡറിക് സാമുവൽ ഹനിമാന് എൻ്റെ പ്രണാമം. അതോടൊപ്പം എൻ്റെ മാനസ ഗുരുവായ പ്രഫുൽ വിജയ്ക്കർ സാറിന് നമസ്കാരം. ഇന്ന് ഞാനൊരു പ്രത്യേക ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഫിസിക്കലി എങ്ങനെയാണ് നമുക്ക് ഓരോ റെമഡിയിലോട്ട് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത്, ഒബ്സർവേഷനിൽ കൂടി എത്താനായിട്ട് സഹായിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് എടുത്തത്. ഫിസിക്കൽ മേക്കപ്പ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ്, നമ്മുടെ DNA ഉണ്ടാക്കിയേക്കുന്ന പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ആ പ്രോട്ടീനാണ് ഓരോരുത്തരുടെയും യുണീക്കാണ്. അപ്പൊ എത്രയും പ്രോട്ടീൻ ഉണ്ടെങ്കിലും ഓരോ വ്യക്തിയും യുണീക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയെ പോലും വേറൊരു വ്യക്തി വരില്ല. ടിൻസ് ആയാൽ പോലും, സിമിലർ ടിൻസ് ആയാൽ പോലും ആകത്തില്ല. അത്രയും യുണീക്നെസ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോ ആദ്യം നമ്മൾ ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ആ പേഷ്യന്റെ നോക്കുന്ന മുടിയെയാണ്. കാരണം പിന്നെ ഇപ്പോഴേ കുറച്ച് പേര് ഈ പർദ്ദയൊക്കെ ഇടുന്നവർക്ക് നമുക്ക് അറിയാനൊക്കില്ല. അല്ലാതെ നമുക്ക് പൊതുവെ പിന്നെ ഇപ്പൊ ഒത്തിരി ഇതുണ്ട്, ഫസാഡാണ്. കാരണം മുടി ഹെയർ ഒക്കെ അവര് വെച്ച് പിടിപ്പിച്ചാണ് വരുന്നത്, നമുക്ക് അറിയാനൊക്കത്തില്ല. അതുപോലെ തന്നെ കേളി ഹെയർ ഒക്കെ സ്ട്രൈറ്റൻ ചെയ്തിട്ട് വരുന്നുണ്ട്. സ്ട്രൈറ്റൻ ഹെയർ ഒക്കെ കേളി ഹെയർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചോദിക്കാം, അവരുടെ ഇത് നിങ്ങളുടെ ഒറിജിനൽ ഹെയർ ആണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്നാലും നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്നത്, ഞാൻ എല്ലാം പ്രഫുൽ വിജയ്ക്കർ സാറിന്റെ നോട്ട്സിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. തിൻ ആൻഡ് സ്മൂത്ത് ഹെയർ ആയിട്ട് ഞാൻ പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ, ലേഡി ആയാലും മാൻ ആയാലും വന്നിരിക്കുമ്പോൾ നല്ല നീറ്റ് തിൻ ഹെയർ ആണ് ആൻഡ് സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ ആയിട്ട് വളരെ ചീകി ഒതുക്കി വളരെ നീറ്റായിട്ട് അവര് വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ പേഷ്യന്റ് ഒരു ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, എല്ലാത്തിനും ഒരു പൂർണ്ണത കണ്ടെത്താൻ ശ്രമിക്കുന്ന പേഷ്യന്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് അപ്പൊ ഒരു മെഡിസിനിലോട്ടാണ്, ഒരു 3 മാർക്ക് മെഡിസിനിലോട്ട് എത്തിക്കും. ദാറ്റ് ഈസ് ആഴ്സനിക് ആണ്. ആഴ്സനിക് എപ്പോഴും ഈ വളരെ ഫസ്റ്റീഡിയസ് മെന്റാലിറ്റി ഉള്ള റെമഡിയാണ്. ആഴ്സനിക് പലതുണ്ട്. ആഴ്സാൽബുണ്ട്, ആഴ്സൈഡൈഡ് ഉണ്ട്, ആഴ്സനികം മെറ്റുണ്ട്, ആഴ്സൾഫ്ലവേറ്റ് ഉണ്ട്, നാട്രോ ആഴ്സ് ഉണ്ട്, ഓരോ ആഴ്സ്, കാൽക്കേരിയ ആഴ്സ് ഉണ്ട്, അങ്ങനെ മെഡിസിൻസ് കാലി ആഴ്സ് ഉണ്ട്, അങ്ങനെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പക്ഷെ ഇവരിലെല്ലാം ഈ ആഴ്സനിക് ഉള്ളത് കൊണ്ട് ഈ ഒരു ഫസ്റ്റീഡിയസ്നെസ് എപ്പോഴും കാണും. പിന്നെ അടുത്തത് നോക്കുമ്പോൾ ചില കുട്ടികളൊക്കെ വന്നിരിക്കുമ്പോൾ തിൻ ആൻഡ് റേസ്ഡ് ഹെയർ ആണ്, ഇങ്ങനെ ഉയർന്നിരിക്കുക. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫാഷനും ഉണ്ട്. ഈ ഫാഷൻ പോലും നമ്മളെ കാണിക്കുന്ന എന്താണ്, ആ പേഷ്യന്റ് ഡിഫൈൻഡ് നേച്ചറാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കാനുള്ള മൈൻഡുള്ള ഒരു രീതിയിലോട്ട് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം അത് ആ ഫാഷൻ പോലും അങ്ങനെയാണ്. എനിക്ക് ഉയർന്നു നിൽക്കണം, എൻ്റെ മുടി, എൻ്റെ ഐഡന്റിറ്റി എല്ലാവരിൽ നിന്നും ഉയർന്നു നിൽക്കണം എന്ന് കാണിക്കുന്നതാണ് അത്. പക്ഷെ ചില കുട്ടികളുടെ മുടി ഒരിക്കലും ഒതുങ്ങൂല. തിൻ ആൻഡ് റേസ്ഡ് ആയിട്ട് മുള്ളംപന്നിയെ പോലെ മുള്ളുപോലെ പൊങ്ങി പൊങ്ങി തന്നെ നിൽക്കും. ആ റെമഡി എന്ന് പറയുന്നത് 3 മാർക്ക് റെമഡി എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് നേച്ചറാണ്, എല്ലാത്തിനും എതിർക്കാനുള്ള നേച്ചർ. മെർക്കൂറിയസ് ആസ് വെൽ ആസ് ഓപ്പിയോ ആണ്.
2 റെമഡീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. മെർക്കൂറിയസ് ആൻഡ് ഓപ്പിയം. മെർക്കുറി ഒരുപാട് മെർക്കുറി ഉണ്ട്, മെർസോൾ ഉണ്ട്, മെർക്കോർ ഉണ്ട്, മെർക്കൈഡേറ്റസ് ഫ്ലേവസ് ഉണ്ട്, ഐഡേറ്റസ് റൂബ്ര ഉണ്ട്, മെർക്കൂറിയസ് സൾഫ് ഉണ്ട്. അങ്ങനെ മെർക്കിന്റെ കുറച്ച് റെമഡീസ്, മെർക്കൂറിയസ് സയനൈറ്റസ് ഉണ്ട്, കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഇതിലേതാണ് ആ കുട്ടിക്ക് വരുന്ന, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് വരുന്ന ഏതാണെന്ന് നോക്കുക. അടുത്ത മുടി നോക്കിക്കഴിഞ്ഞാൽ ചിലരുടെ മുടി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ആഫ്രിക്കൻസിന്റെ മുടി എന്ന് പറഞ്ഞാൽ തിക്ക്, ടഫ് ആൻഡ് സ്റ്റക്ക് ടു ദ സ്കാൽപ്പ്. സ്കാൽപ്പിലോട്ട് ഒട്ടിപ്പിടിച്ചങ്ങിരിക്കുകയാണ്. തിക്കുമാണ്, ടഫ് ആൻഡ് സ്റ്റക്ക് ടു ദ സ്കാൽപ്പ്. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്, അവർ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു, അടിച്ചമർത്തലുകളിൽ കൂടിയാണ് വന്നിട്ടുള്ളത്. ആഫ്രിക്കയിൽ നമുക്കറിയാം, പുരുഷന്മാർ എല്ലാം സിംഗിൾ മദർ ആയിരിക്കാം, കുട്ടികളാണെങ്കിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അമ്മ മാത്രമുള്ള കുട്ടികളായിരിക്കാം, ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് മൂത്ത കുട്ടിക്ക് കെയർ കിട്ടാത്ത കുട്ടിയായിരിക്കാം. ഇവരുടെ എല്ലാം അവരിൽ തന്നെ ഒതുങ്ങാനായിട്ട് നോക്കും. ഇപ്പൊ നേരത്തെ ഡോക്ടർ ആമി പറഞ്ഞ അതേ കാര്യം തന്നെ മെഗ്നീഷ്യൻ ഗ്രൂപ്പാണ്. മെഗ്നീഷ്യം എപ്പോഴും ഭയങ്കര റിജക്ഷൻ ആണ് അവർക്ക് എപ്പോഴും കിട്ടുന്നത്. അവർ കുഞ്ഞിലെ തൊട്ട് അവർക്ക് തോന്നുന്ന ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, എന്നെ എല്ലാവരും റിജക്റ്റ് ചെയ്യുന്ന, എനിക്ക് ഒറ്റയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങുക, എന്നിൽ ഞാൻ എൻ്റെ നീഡ്, എൻ്റെ സ്നേഹവും എല്ലാം എന്നിൽ കണ്ട് ഞാൻ ഒരു കണ്ടന്റായി മാറുക. എന്നിലുള്ള എനിക്ക് എന്തൊക്കെ കിട്ടാൻ ആവശ്യമുണ്ടോ അതെല്ലാം എന്നിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് സംതൃപ്തി അടയുക. ഈ ഒരു ഇതാണ്. പിന്നെ അടിച്ചമർത്തലിൽ കൂടെയാണ് അവരെപ്പോഴും വരുന്നത്, കുഞ്ഞിലേ തൊട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഓർഫനേജ് റെമഡി എന്ന് പറയാൻ കാരണം. ഓർഫൻസ്, അവർക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഫീലിംഗ് വരുന്നത് കൊണ്ടാണ് അവരുടെ മുടി പോലും ഭയങ്കര കട്ടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തൽ വന്ന് വന്ന് അത് കട്ടിയാവുകയാണ്. ആൻഡ് സ്റ്റക്ക്, ടഫ് ആയിട്ടായിരിക്കും, ഭയങ്കര കട്ടിയായിരിക്കും. ആസ് വെൽ ആസ് സ്റ്റക്ക് ടു ദ സ്കാൽപ്പിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. കാരണം അവരിലോട്ട് ഒതുങ്ങുകയാണ്. അവരുടെ മൈൻഡും അതുപോലെ ബോഡി അതുപോലെ തന്നെ. അതുകൊണ്ടാണ് അവരുടെ മെൻസസ് ഒക്കെ തന്നെ ചക്ക അരക്ക് പോലെയാണ്. ഏത് ഡിസ്ചാർജ് ആയാലും ചക്ക അരക്ക് പോലെയാണ്. കാരണം അവരിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അത് അടുത്ത ഹെയർ നമ്മൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ കേളി ആൻഡ് വേവി ഹെയർ. അതിന് ഉത്തമ ഉദാഹരണം ശരത്, എന്താണ്, ആശാ ശരത്ത്, ഒരു സീൻ ആക്ട്രസ് ഉണ്ടല്ലോ, ആശാ ശരത്ത്, ഡാൻസ് കളിക്കുന്ന അവരാണ്. അവരുടെ മുടി കണ്ടിട്ടുണ്ടല്ലോ, കേളി ആൻഡ് വേവി ഹെയർ ആണ്. അതേസമയം പേളിമാണിയുടെ ഹെയർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന. ഈ ആശാ ശരത്തിന്റെ ഹെയർ എന്ന് പറഞ്ഞാൽ കേളി ആൻഡ് വേവി ഹെയർ ആണ്. ഷീസ് ഒഫീഡിയ ഫാമിലിയിൽ വരുന്നതാണ്. ഏതോ ഒരു ഒഫീഡിയയാണ് പുള്ളിക്കാരി. ഒരു സ്നേക്ക് റെമഡിയാണ്. അത് ഏതാണെന്ന് അറിഞ്ഞൂടെ. കാരണം പുള്ളിക്കാരിക്ക് ആദ്യം ചെറുപ്പത്തിൽ തന്നെ ഡാൻസ്, അമ്മ ഡാൻസുകാരിയാണ്. അപ്പൊ അദ്ദേഹവും ഭരതനാട്യത്തിൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ കല്യാണത്തിന് മുമ്പ് പുള്ളിക്കാരിക്ക് ഭയങ്കര ടിമിഡായിരുന്നു, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഉൾവലിയുന്ന സ്വഭാവം, ഇൻട്രോവേർട്ട് ആയിരുന്നു. അതുകൊണ്ട് സിനിമയിൽ വിളിച്ചിട്ട് പുള്ളിക്കാരി പോയില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളുടെ എല്ലാം പഠിത്തം കഴിഞ്ഞപ്പോ പുള്ളിക്കാരി അങ്ങ് സെക്കൻഡറി എക്സ്ട്രോവേർട്ട് ആയിട്ട് അങ്ങ് മാറി. പിന്നെ പുള്ളിക്കാരിക്ക് അഭിനയിക്കുന്നതിന് ഒന്നും ഒരു മടിയില്ല. ഇതാണ് ഒഫീഡിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതാണ് സ്നേക്കിന്റെ ക്യാരക്ടർ. അങ്ങനെയാണ്. അവർക്ക് എപ്പോഴും ഒരു ഉൾവലിയലാണ്, അവർ പേടിയാണ്. എന്നെ ആക്രമിക്കോ, എന്നെ ആക്രമിക്കോ, എപ്പോഴും ഇങ്ങനെ എത്തി നോക്കും. സ്പൈഡ് അപ്പോണാണ്. ആരെങ്കിലും ഉണ്ടോ, ശത്രുക്കൾ ഉണ്ടോ, ഇങ്ങനെ നോക്കിക്കോട്ടാണ് ഏത് സ്നേക്ക് റെമഡി അങ്ങനെ നിൽക്കുകയുള്ളു. അങ്ങനത്തെ ആണ് സ്നേക്ക് റെമഡി എന്ന് പറയുന്നത്. പക്ഷെ ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ അതിന്റെ ഇരയെ തേടിപ്പോകും. ഇത് തന്നെയാണ് മനുഷ്യനും. ഒരു മാനിപ്പുലേറ്റീവ് ടൈപ്പാണ് എപ്പോഴും ഒഫീഡിയാസ്. പിന്നെ അടുത്ത ഹെയർ എന്ന് പറഞ്ഞാൽ മെസ്സി ആൻഡ് അൺടൈഡി ഹെയർ. ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കുന്നത്. അതിന് ഉദാഹരണം എല്ലാവർക്കും മനസ്സിലായി കാണും, മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി സാറിന്റെ മുടി എപ്പോഴും മെസ്സി ആൻഡ് അൺടൈഡിയാണ്. അദ്ദേഹം സൾഫർ ആയിരുന്നു, ടിപ്പിക്കൽ സൾഫർ ആയിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര വാചകടി എല്ലാം ഉണ്ട്, പോളിറ്റീഷ്യൻ ഉണ്ട്. പക്ഷെ പ്രവൃത്തി ബന്ധത്തില് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി വരുമ്പോൾ ഫെയിലുവറാണ്.
തിയററ്റിക്കലി ഭയങ്കര എല്ലായിടത്തും ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന നല്ല സ്നേഹം എല്ലാം ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോ ഫെയിലുവർ ആയി പോകുന്നു. ഇതാണ് സൾഫറിന്റെ സ്വഭാവം തന്നെയാണ്. സൾഫർ ആസ് വെൽ ആസ് ടാറന്റുലയും പറയുന്നുണ്ട്. ടാറന്റുല പക്ഷേ ഭയങ്കര ഈ പറഞ്ഞ തിൻ റൈസ്ഡ് ഹെയർ ഡിഫൈൻഡ് നേച്ചറാണ്. അവര് ഭയങ്കര ഇതല്ലേ, സ്പൈഡർ റെമഡി അല്ലേ, അവര് എങ്ങനെയും ഉയർന്നു വരാനായിട്ട് അവർ ഏത് മാർഗവും സ്വീകരിക്കുക. അങ്ങനത്താണ് ടാറന്റുല ടൈപ്പ്. പക്ഷെ മെസ്സി ആൻഡ് അൺടൈഡി ആണ്, അവർക്കും വൃത്തി അതൊന്നും നോക്കാറില്ല, അതിൽ വരുന്നുണ്ടെന്നേ ഉള്ളു. പക്ഷെ യഥാർത്ഥത്തിൽ മെസ്സി ആൻഡ് അൺടൈഡി ഹെയർ ഉള്ളത് സൾഫറാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ തിൻ ഹെയർ ആയിരിക്കും, ഏർലി ബാൾഡിങ് ഉണ്ടാവും, കഷണ്ടി നേരത്തെ തന്നെ വരും. ഒരു 20 വയസ്സാകുമ്പോഴേ കഷണ്ടി ആവുന്നു. അപ്പൊ പയ്യൻ വന്ന് ഇപ്പൊ പയ്യനാണോ സ്ത്രീ ആയാലും അയ്യോ എനിക്ക് കഷണ്ടി ആയി, എന്റെ മുടിയെല്ലാം പോകുന്നു. മുടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു. അപ്പൊ ആ പേഷ്യന്റ് ഏതാ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ടിമിഡ് ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനെയുള്ളവരാണ് ഈ അഡിക്ഷനിലോട്ട് ചാടുന്നത്. ഏത് ഡ്രഗ് അഡിക്ഷൻ ആയാലും സ്മോക്കിംഗ് ആയാലും ആൽക്കഹോൾ ആയാലും ഏത് അഡിക്ഷനിലോട്ടും ചാടുന്നത് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. പക്ഷെ അവരതിലങ്ങ് അങ്ങ് ഇതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ഏത് അഡിക്ഷൻ ഉള്ള ആളുകളെ എടുത്താലും അവരുടെ ഇന്നർ എന്ന് പറയുന്ന ടിമിഡ് ആൻഡ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. അത് ഷുവറാണ്, അതിനൊരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള റെമഡീസ് 3 മാർക്ക് റെമഡീസ് എന്ന് പറയുന്ന ബരേറ്റ കാർബ്, സൈലീഷ്യ ആൻഡ് ട്യൂബർക്കുലിന, ഇവരാണ് ഈ തിൻ ആൻഡ് ഏർലി ബാൾഡിങ് ഹെയർ ഉള്ളവര്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ആ റെമഡീസ് ഇങ്ങനെ വരണം. ആ പേഷ്യന്റ് ഓരോ പേഷ്യന്റിനെ കാണുമ്പോൾ നമ്മുടെ റെമഡി അങ്ങനെ വരണം. ബരേറ്റ കാർബാണോ, സൈലീഷ്യ ആണോ, ട്യൂബർക്കുലിനാണോ? ട്യൂബർക്കുലിനാണെങ്കിൽ ചേഞ്ചബിൾ മൈൻഡ് ആണ്, എപ്പോഴും അവര് ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കുകയില്ല, കപ്രേഷ്യസ്നെസ് ആണ്, ഇങ്ങനെ ചാടി 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 പോയിക്കൊണ്ടിരിക്കുക. അതാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അടുത്ത മുടി എന്ന് പറയുന്നത് ബ്രിട്ടിൽനെസ്, പെട്ടെന്ന് പൊട്ടി 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 പോകുന്നു. പേഷ്യന്റ് എന്നാണ് ഡോക്ടറെ എന്റെ മുടി പൊട്ടി പോകുന്നു, ഇങ്ങനെ ഇത് വീണിട്ട് പ്ലിക്കാപ്പോണിക്ക വന്നിട്ട് പൊട്ടി 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 പോകുന്നു എന്ന് പറഞ്ഞു വരെയാണെങ്കിൽ ദാറ്റ് മീൻസ് ഫിയർ ഓഫ് പോവർട്ടി. പേടിയാണ്, ഞാൻ പാവപ്പെട്ടവളായിപ്പോവോ, ഞാൻ പാവപ്പെട്ടവളായിപ്പോവോ, ഉള്ളിൽ പേടിയാണ്, ഏത് ചെയ്യുന്നതും പേടിയാണ്. ഞാൻ പാവപ്പെട്ട, എന്റെ പൈസ പോവോ, എന്റെ പൈസ പോവോ, ഇതെല്ലാം പേടിയാണ്. എപ്പോഴും അവർക്ക് ആ ഫിയർ ഓഫ് പോവർട്ടിയാണ് ഈ കാണിക്കുന്നത്, ഈ ഹെയർ ബ്രിട്ടിലായി പൊട്ടിപ്പോകുന്നത്. ദാറ്റ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കാലികാർബ്, സോറിനം ആൻഡ് ഫ്ലൂറിക് ആസിഡ്. 3 മാർക്ക് റെമഡി ആയിട്ട് പറയുന്ന ഇതാണ്, കാലികാർബ്, സോറിനം ആൻഡ് ഫ്ലൂറിക് ആസിഡ്. ഫിയർ ഓഫ് പോവർട്ടി വേറെ റെമഡി ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് റെമഡി എന്ന് പറയുന്നത് ബ്രയോണിയാണ്. ബ്രയോണിയ ബിസിനസ് മൈൻഡാണ്, എപ്പോഴും അവരുടെ മൈൻഡ് എപ്പോഴും ബിസിനസ് ആണ്. അവരെപ്പോഴും ബിസിനസിനെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കില്ല. ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആയിരിക്കും, റിജിഡ് ക്യാരക്ടർ ആയിരിക്കും. പിന്നെ ഫിയർ ഓഫ് പോവർട്ടിയിലുള്ള 2 മാർക്ക് റെമഡീസ് ആണ് കാൽക്കേരിയാസ്, കാൽക്കേരിയ ഫ്ലൂറ്, ഫ്ലൂറിക് ആസിഡ്, സോറിനം, സെപ്പിയ. ഇതെല്ലാം ഫിയർ ഓഫ് പോവർട്ടി ഉള്ള റെമഡീസ് ആണ്. ഞാൻ അതോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അടുത്തത് മുഖമാണ്. അടുത്ത നോക്കുന്നത് നമ്മൾ മുഖമാണ്. മുഖവും നമ്മുടെ ഐഡന്റിറ്റിയാണ് പ്രതിദാനം ചെയ്യുന്നത്. അതിലെന്ന് പറയുന്നത് ഫസ്റ്റ് മുഖം എന്ന് പറയുന്നത് നമ്മൾ പിയർ ഷേപ്ഡ് ആയിരിക്കും, ഓവൽ ഷേപ്പ് ആയിരിക്കും. എന്റെ അതേസമയം എലോങ്ങേറ്റഡ് ഫേസ് ആണ്. ഇത് പിയർ ഷേപ്ഡ് ആൻഡ് പോയിന്റഡ് തിൻ ഷാർപ്പ് ഫീച്ചേഴ്സ് ആയിരിക്കും. എങ്കിലും തിൻ ഷാർപ്പ് ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ എലോങ്ങേറ്റഡ് ആണ്. പക്ഷെ പിയർ ഷേപ്ഡ് ഫേസ് ആയിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐശ്വര്യ റോയ് ആണ്. സുന്ദരി, ലോകസുന്ദരി ഐശ്വര്യ റോയ്. പുള്ളിക്കാരുടെ ക്യാരക്ടർ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. സെൻസിറ്റീവ് ആണ് പുള്ളിക്കാരി, ഭയങ്കര സെൻസിറ്റീവ് ആണ്. എന്ത് ചെറിയ കാര്യത്തിനും ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇന്റലിജന്റ് ആണ്, കോൺസെൻഷ്യസ് ആയിരിക്കും, ആർട്ടിസ്റ്റിക് മൈൻഡ് ഉണ്ടായിരിക്കും. ഇത് ഇത്രയുമുള്ള റെമഡി എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. പുള്ളിക്കാരി ടിപ്പിക്കൽ ഫോസ്ഫറസ് ആണ്. നമ്മളപ്പോ ഫോസ്ഫറസ് തന്നെ ഐശ്വര്യ റോയിയെ പറ്റി ചിന്തിച്ചോണ്ടാ മതി. ഫോസ്ഫറസ് എന്ന് ആലോചിക്കുന്ന ഐശ്വര്യ റോയ്. അപ്പൊ അവൻ നമ്മുടെ മൈൻഡില് ഈ ഇത് വരും, സെൻസിറ്റീവ്, ഇന്റലിജന്റ്,
ഇത് അഫക്ഷനേറ്റ് ആയിട്ടുള്ളതായിരിക്കും, കോൺസെൻഷ്യസ് ആയിരിക്കും, ആർട്ടിസ്റ്റിക് മൈൻഡും കാണും. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് ചബ്ബി വിത്ത് തിക് ബുഷി ഹെയർ. റൗണ്ട് ഫേസ് ആയിരിക്കും, ചബ്ബി ഫേസ് ആയിരിക്കും, ആസ് വെൽ ആസ് തിക് ബുഷി ഹെയർ. അത് നമുക്ക് ഇപ്പൊ മനസ്സിൽ വിചാരിക്കേണ്ടത് ശശി തരൂർ, MP ശശി തരൂരിനെ ഓർത്താൽ മതി. അദ്ദേഹത്തിന് എപ്പോഴും എന്താണ്, ഗുഡ് ഓററ്റർ ആയിരുന്നു, ഭയങ്കരമായിട്ട് ലിംഗ്വിസ്റ്റിക് ക്വാളിറ്റി കൂടുതലാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്ന ഒരുപാട് കഴിവുള്ള മനുഷ്യൻ. ആൻഡ് ചിയർഫുൾ, എപ്പോഴും ഓൾവേസ് ചിയർഫുൾ, എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയേ വരുള്ളൂ. നമുക്ക് ആർക്കും പുള്ളിക്കാരൻ നമ്മളെ പ്ലീസ് ചെയ്യും, അത്രയും ഇതാണ്. ആസ് വെൽ ആസ് പ്രിക്കേരിയസ് ആയിരിക്കും, എപ്പോഴും മുൻകൂട്ടി ചിന്തിക്കും. അടുത്ത മൊമെന്റില് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ 2 ദിവസം മുന്നേ ചിന്തിക്കുക, അവിടെ പോയാൽ എന്തൊക്കെ പ്രോബ്ലംസ് വരും, അതിനെ എങ്ങനെ എനിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ചിന്തിക്കും. അത്രയും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഷ്രൂഡ് ആയിട്ടുള്ള ഫെല്ലോ ആയിരിക്കും അവര്. പിന്നെ മണി മൈൻഡറ്റും ആയിരിക്കും, അവർക്ക് മണി മൈൻഡ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ റെമഡീസ് എന്ന് പറയുന്നത് ഈ റൗണ്ട് ചബ്ബി വിത്ത് തിക് ബുഷി ഹെയർ ഉള്ള റെമഡി, 3 മാർക്ക് റെമഡീസ് എന്ന് കഴിഞ്ഞാൽ ലാക്കസിസ് ആൻഡ് ഓപ്പിയോ ആണ്. ലാക്കസിസ് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്, ലാക്കസിസ് ഭയങ്കര കണ്ണിങ് ആണ്. ഇദ്ദേഹം ഈ ശശി തരൂർ ഏകദേശം ലാക്കസിസ് തന്നെയാണ്, കാരണം പുള്ളിക്കാരന്റെ വേറെ ക്യാരക്ടർ നോക്കുമ്പോഴെല്ലാം നമുക്ക് അതാണ് തോന്നുന്നത്, ലാക്കസിസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ പ്രോമിനന്റ് ചീക്ക് ബോൺസ്. ചീക്ക് ബോൺ ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് നിൽക്കുക, ആസ് വെൽ ആസ് സ്ട്രോങ് ജായ് ആയിരിക്കും, വിത്ത് സ്ക്വയറിഷ് ഫേസ് ആയിരിക്കും. അതെന്ന് പറയുന്നത് കരീന കപൂറിനെ ഓർത്താൽ മതി. കരീന കപൂറിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിഷ് ഫേസ് ആണ് എപ്പോഴും. അങ്ങനെ ഉള്ളതാണെങ്കിൽ സ്ട്രോങ്, പോസിറ്റീവ് ആൻഡ് കറേജിയസ് ആയിരിക്കും അവര്. പുള്ളിക്കാരുടെ ചേച്ചിയാണെങ്കിൽ അതേസമയം ഓവൽ ഫേസ് ആണ്, ആ പുള്ളിക്കാരി മുന്നോട്ട് കയറി വരാൻ പറ്റിയില്ല. അതേസമയം കരീന കപൂറിന് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പുള്ളിക്കാരിക്ക് കയറി വരാൻ സാധിച്ചു. അത്രയും സ്ട്രോങ്, പോസിറ്റീവ്, കറേജിയസ് മൈൻഡ് ഉള്ളതാണ് കരീന കപൂർ. അങ്ങനെയുള്ള റെമഡീസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് എല്ലാം വരും. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം മെറ്റൽസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, ടിൻ ഉണ്ട്, സ്റ്റാനം മെറ്റൽ, ഗോൾഡ് ഉണ്ട്, ലെഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്, യുറേനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇത്രയും മെറ്റൽസ് ആണ് കിടക്കുന്നത്. നമുക്ക് ഇതെല്ലാം മെഡിസിൻ ഉണ്ട്, ഇതിലെല്ലാം മെഡിസിൻ ഉണ്ട്. അലൂമിനിയത്തില് ഒരുപാട് അലൂമിനിയം സൾഫർ ഉണ്ട്, അലൂമിനിയം ഫോസ് ഉണ്ട്, അലൂമിനിയം കാർബൺ ഉണ്ട്, ഇങ്ങനെ മെഡിസിൻസ് വരുന്നുണ്ട്. അലൂമിനിയം ഉണ്ട്. കോപ്പർ ആണെങ്കിൽ കുപ്രം മെറ്റ് ഉണ്ട്, കുപ്രം അയഡൈഡ് ഉണ്ട്, കുപ്രം സൾഫർ ഉണ്ട്, അങ്ങനെ ഇത് പോകും. അയൺ ആണെങ്കിൽ ഇത് ഫെറം മെറ്റ് ഇദ്ദേഹത്തെ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ പറയുന്ന ഉരുക്കു മനുഷ്യൻ എന്നാണ്, ഫെറം മെറ്റ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അതേസമയം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയെ പറയുന്നത് ഫെറം അയോഡൈഡ് ആണെന്നാണ് പറയുന്നത്. ഫെറം അയോഡൈഡ് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര വിൽ പവർ ആണ്, ഭയങ്കര അയഡിന്റെ സ്വഭാവം കൂടെ കാണിക്കും. ടിൻ ആണെങ്കിൽ സ്റ്റാനം മെറ്റ് ആണ്. സ്റ്റാനം മെറ്റ് എപ്പോഴും ഒരു ലീൻ തിൻ ഫെല്ലോ ആയിരിക്കും, ഷോർട്ട് ലീൻ തിൻ ഫെല്ലോ ആയിരിക്കും. അവർക്ക് എപ്പോഴും ചെസ്റ്റ് കംപ്ലൈന്റ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് കംപ്ലൈന്റ്സ് ഒക്കെ വരും. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡിനെ പോലെ പരിശുദ്ധമായിരിക്കും. ആറം അയഡൈഡ് ഉണ്ട്, ആറം സൾഫർ, ആറം മ്യൂറിയാറ്റിക് നാറ്റോ ഉണ്ട്, ആറം മ്യൂറുണ്ട്, ആറം മ്യൂറുണ്ട്. ഇങ്ങനെ ഓറത്തിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ ലെഡ്, പ്ലംബം ഇതുപോലെയാണ്, ലീൻ തിൻ ഫെല്ലോ ആയിരിക്കും. എപ്പോഴും വയറിന്റെ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, അവർക്ക് മലം പോവില്ല. വയറിന്റെ കംപ്ലൈന്റ് ആണ് കൂടുതൽ. കാരണം ലെഡ് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ലെഡ് പോയിസണിങ് കൊണ്ടുള്ള കംപ്ലൈന്റ് ആണ് ഇവർക്കും വരുന്നത്. പിന്നെ സിൽവർ എന്ന് പറഞ്ഞാൽ അർജന്റം മെറ്റ് എപ്പോഴും സൗണ്ട് പോകുമ്പോഴത്തേക്ക് എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അർജന്റം മെറ്റ്. സിൽവർ എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത് ഗോൾഡിനോടാണ്. അപ്പൊ അത് ഞാൻ ഗോൾഡിനെ പോലെ അതേ ഇതുള്ളതാണ്, പക്ഷെ പുള്ളിക്കാരന് കയറി വരാൻ പറ്റുന്നില്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ റെമഡീസ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോകുന്നേ ഉള്ളു. ഇനി ബിൽറ്റ് നോക്കാം, ആളെങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം.
ഷോർട്ട് ലീൻ തിൻ ആയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ചാർലി ചാപ്ലിനെ പോലെ ഉള്ള ആളുകൾ. അങ്ങനെ ആലോചിച്ചോ, ചാർലി ചാപ്ലിൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഷോർട്ട് ലീൻ തിൻ ആണ്. അത് ഏതൊക്കെ മെഡിസിൻസ് വരാം? കാൽക്കേരിയോഫോസ് വരാം, സിക്കേൽ കോർ വരാം, നാട്രമൂർ വരാം, സൾഫർ വരാം. ഇവരെല്ലാം എപ്പോഴും പക്ഷെ അല്ലാതെ ഡിഫറെന്റ് ടൈപ്പായിട്ട് വരും. പക്ഷെ എന്നാലും കോമൺ ആയിട്ട് വരുന്ന ഷോർട്ട് ലീൻ തിൻ ആയിട്ടായിരിക്കും. കാൽക്കേരിയോഫോസ്, സിക്കേൽ കോർ, നാട്രമൂർ ആൻഡ് സൾഫർ. അതേസമയം ബിൽറ്റ് ഒബീസ്, നല്ല തടിയുള്ള റിജിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ബരേറ്റക്കാർ ആൻഡ് മെഡോർണാണ്. അവരെപ്പോഴും നല്ല മസിൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് കാണും. ബരേറ്റക്കാർ ആൻഡ് മെഡോർണ. ഷോർട്ട് ആൻഡ് ഒബീസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലറെ ഓർത്താ മതി. ഷോർട്ട് ആൻഡ് ഒബീസ് ആയിട്ടുള്ള ആള്. അഡോൾഫ് ഹിറ്റ്ലർ അയാള് മെഡോർണ ആയിരിക്കും, അല്ലെങ്കിൽ മെർക്കോർ ആയിരിക്കും. ഇതിലേതെങ്കിലും ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അല്ലാതെ വെറുതെ ഫാറ്റി ഫ്ലാബി പോലെ ഒബീസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കാൽക്കേരിയ, ക്യാപ്സിക്കം, ഗ്രാഫൈറ്റിസ്, ഫെറം, ഫൈറ്റോലക്ക. കാൽക്കേരിയ, ക്യാപ്സിക്കം, ഗ്രാഫൈറ്റിസ്, ഫെറം, ഫൈറ്റോലക്ക. ഒബീസ് വിത്ത് ആക്ടിവിറ്റി, ഭയങ്കര എനർജി ലെവലുള്ള അത്. ഒബീസ് ആണ്, നല്ല റിജിഡ് ആയിട്ടുള്ള ബോഡിയാണ്, ഒബീസ് ആണ്, പക്ഷെ നല്ല ആക്റ്റീവ് ആണ്, ഭയങ്കര എനർജിയാണ്. അല്ല സ്ലോ അല്ല, കാൽക്കരിയെ പോലെ തളർന്നു കിടക്കുന്നതല്ല, നല്ല ആക്ടിവിറ്റി ഉള്ളതാണെങ്കിൽ ഓപ്പിയം മെർക്കൂറിയസും. നേരത്തെ പറഞ്ഞ ഡിഫൈൻഡ് നേച്ചറിന് ഓപ്പിയം മെർക്കൂറിയസും ആണ് പറയുന്നത്. അടുത്തത് ഇനി നമുക്ക് നോക്കാം അവരുടെ ഹൈറ്റ് എങ്ങനെ. ടോൾ ആയിട്ടുള്ള ഫെലോസ് ആണെങ്കിൽ മെഡിസിൻസ് വരുന്നത് കാൽക്കേരിയോഫോസ്. ഷോർട്ടിനും മെഡിസിൻ കാൽക്കേരിയോഫോസ് വരും, ടോളിനും കാൽക്കേരിയോഫോസ് വരും. ക്രിയോസോട്ട്, മാക്ഫോസ്, ഫോസ്ഫറസ്, ട്യൂബർക്കലിന. ഇവരെല്ലാം ടോൾ ഫെലോസ് ആണ്. കാൽക്കേരിയോഫോസ്, ക്രിയോസോട്ട്, മാക്ഫോസ്, ഫോസ്ഫറസ്, ട്യൂബർക്കലിന. അതേസമയം സ്റ്റണ്ടഡ് ആൻഡ് ഡാർഫിഷ് ഗ്രോത്ത് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആള് പൊക്കം കുറഞ്ഞ ആള്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ അഡോൾഫ് ഹിറ്റ്ലർ തന്നെ പൊക്കം കുറഞ്ഞ ആ ടൈപ്പാണല്ലോ. അപ്പൊ അതെന്ന് പറയുന്ന മെഡോർണം, സിവിലിനം, സൾഫർ, ബരേറ്റക്കാർ ആൻഡ് കാൽക്കേരിയോഫോസ്. ഇതായിരിക്കും ഈ ഗ്രോത്ത് ഉള്ളവരെ. അടുത്തത് എന്ന് പറഞ്ഞാൽ പോസ്റ്റർ, ഇരിക്കുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ നിൽക്കുന്ന പോസ്റ്റർ എങ്ങനെയാണെന്ന് നോക്കണം. ഇരിക്കുന്നത് എറക്റ്റ് ആൻഡ് സ്ലൈറ്റ് ടിൽറ്റ് ടുവേർഡ്സ് ബാക്ക്വേർഡ്, ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒറ്റ റെമഡിയേ ഉള്ളു. ഏറ്റവും ഞെളിഞ്ഞിരിക്കുന്ന റെമഡി എന്ന് പറഞ്ഞാൽ ഹോട്ടി ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലാറ്റിനെയാണ്. ആണായാലും പെണ്ണായാലും അവരുടെ കൂടുതലും പെണ്ണുങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കീന, ഹോമിയോപ്പതിയുടെ കീനാണ് ഈ പ്ലാറ്റിന എന്ന് പറയുന്നത്. പ്ലാറ്റിന എപ്പോഴും താഴെക്കടയിൽ എന്റെ പ്രജകളാണ് ബാക്കിയുള്ളവരെന്നുള്ള വിചാരമാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. ഹോട്ടി ആൻഡ് അരഗന്റ് ബിഹേവിയർ ആയിരിക്കും. പക്ഷെ അവര് ആ ഫേസിൽ തന്നെ അവരെ അരഗൻസ് കാണിക്കും, അവരെ ഇരിപ്പിലും കാണിക്കും. എറക്റ്റ് ആൻഡ് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, നേരെ തന്നെ ഇരിക്കുന്നു പക്ഷെ സ്ലൈറ്റ്ലി ടിൽറ്റ് ഫോർവേഡ് ആണെങ്കിൽ അർജന്റ് നൈട്രിക് ആണ്. അവർ ആങ്ഷ്യസ് ആണ്. അയ്യോ, എപ്പോഴും ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉണ്ട്, ഭയങ്കര ഇൻസെക്യൂർ ഫീലിംഗ് ആയിരിക്കും, സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, അവരെപ്പോഴും ഫോർസേക്കൺ ഫീലിംഗ് ആയിരിക്കും. അപ്പൊ അവരെപ്പോഴും ആങ്ഷ്യസ് ആണ്. അയ്യോ എന്താവും എന്നുള്ള ഒരു ഇത് വരുന്നതുകൊണ്ടാണ് ഫോർവേഡ് ആയിട്ട് എന്റെ ഡിസീസ് എന്താണ് എന്നുള്ള ഒരു ആങ്സൈറ്റി കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. അതേസമയം എറസ്റ്റ് പോസ്റ്റർ സിറ്റിംഗ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി ചെയറിന്റെ അടുത്ത് ഇരിക്കുന്നവരാണെങ്കിൽ അവർ ആങ്ഷ്യസ് പേഴ്സൺ ആയിരിക്കും. കാൽക്കേരിയോഫോസ്, ഫോസ്ഫറസ് ഇരിക്കുന്നതിന് കാരണം മാഗ്നറ്റൈസ്ഡ്, ഡിസൈർ ടു ബി മാഗ്നറ്റൈസ്ഡ്, നമ്മുടെ എനർജി കൂടെ അവർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. ആൻഡ് സൾഫർ. അടുത്ത പോസ്റ്റർ ഞാൻ സ്റ്റൂപ്പ് ഷോൾഡേഡ്, റെസ്റ്റഡ് ബാക്ക്വേർഡ്. ഷോൾഡർ സ്റ്റൂപ്പ് ആയിരിക്കും, പക്ഷെ റെസ്റ്റഡ് ബാക്ക്വേർഡ്, ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് സൾഫർ ആണ്. കൈയൊക്കെ അടുത്ത കസേരയുടെ പുറത്തൊക്കെ വെച്ച്, കാലും അടുത്ത കസേരയുടെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് വെച്ച് ഇരിക്കുന്നെങ്കിൽ കണ്ട സൾഫർ ആയിരിക്കും, ബെസ്റ്റ് സൾഫർ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കി.
പിന്നെ മസിൽ ഫൈബേഴ്സ് റിജിഡ് ആയിട്ടുള്ള മസിൽ ഫൈബർ ആണെങ്കിൽ വരൈറ്റാസ് ആണ്. സോഫ്റ്റ് മസിൽ ഫൈബർ ആണെങ്കിൽ കാൽക്കേരിയാസ്. കാൽക്കേരിയസിന് എപ്പോഴും ഫാറ്റി ഫ്ലാബി ആയിട്ടുള്ള ഇതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ജനറൽ മേക്കപ്പ് എങ്ങനെയാണ്. ഇപ്പൊ ഓരോ റെമഡിക്കും ഫാസ്റ്റ് റെമഡി ഉണ്ട്, സ്ലോ റെമഡീസ് ഉണ്ട്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ പേഷ്യന്റ് ഫാസ്റ്റ് ആയിട്ട് എന്നെ പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞിലെ തൊട്ടായിരിക്കും അവര് ഇമ്പൾസീവ് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഇംപേഷ്യന്റ് നേച്ചർ ആയിരിക്കും. അങ്ങനെയുള്ള റെമഡീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് റെമഡിയാണ് നക്സോമിക്ക. അത് കഴിഞ്ഞ ആഴ്സാൽബ്, ആൽബല്ല ആഴ്സനിക്ക എല്ലാം വരും. കാൽക്കേരിയ ഫോസ്ഫറസ്, അക്കണൈറ്റ്, മെർസോൾ, ഹെപ്പാർ സൾഫ്, ലാക്കസിസ് സിബിലിറ്റിക്ക് ആകുമ്പോഴാണ് ഫാസ്റ്റ് ആകുന്നത്. അതേ സമയം സോറിക്കായിട്ടുള്ള സെൻസിറ്റീവ് സോറയാണെങ്കിൽ ഫാസ്റ്റ് അല്ല. ഈ ഫസാഡായിട്ടുള്ള സൈക്കോസിസ് ആണെങ്കിലും ഫാസ്റ്റ് അല്ല. പക്ഷെ സിബിലിറ്റിക്ക് ആയി കഴിഞ്ഞാൽ അവര് എല്ലാം ഫാസ്റ്റ് ആയിരിക്കും. ലൊക്കേഷ്യസ് എല്ലാം സിബിലിറ്റിക്ക് നേച്ചർ ആയിരിക്കും, ഫാസ്റ്റ് ആവും. പിന്നെ സ്പൈഡേഴ്സ് എല്ലാം എപ്പോഴും ഫാസ്റ്റ് ആണ്. ഏത് സ്പൈഡർ എടുത്താലും ടാരന്റുല ക്യൂബൻസിസ്, ടാരന്റുല ഹിസ്പാനിക്, തെർഡിയോണ്, അരേനിയ ഡയഡീമ, ഇങ്ങനെയുള്ള എല്ലാം, ലാക്ടോഡക്ടസ് മാക്ടൻസ്, ഇവരെല്ലാവരും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ നൈട്രിക് ആസിഡിൽ ഒറ്റ റെമഡിയേ ഉള്ളൂ ഫാസ്റ്റ് റെമഡി, ദാറ്റ് ഈസ് നൈട്രിക് ആസിഡ് ആണ്. പിന്നെ സ്ട്രമോണിയം ഭയങ്കര ഫാസ്റ്റ് ആണ്. ആസ് വെൽ ആസ് ഭയങ്കര ദേഷ്യക്കാരുമാണ്, ഭയങ്കര പെരിച്ചൂറികളാണ്. രണ്ടും ഉണ്ട്. രണ്ട് എക്സ്ട്രീമിലാണ് നിൽക്കുന്ന സ്ട്രമോണിയം എപ്പോഴും. പിന്നെ സ്ലോ റെമഡീസ് എന്ന് പറഞ്ഞാൽ അമോണിയം എല്ലാം സ്ലോ ആണ്. അലൂമിന സ്ലോ ആണ്. ഞാൻ അതിനു മുന്നേ ഒരു കേസ് പറഞ്ഞായിരുന്നു, അലൂമിനയുടെ ഒരു ആട്ടോമിൻ തൈറോയിഡൈറ്റിസ്. പുള്ളിക്കാരി എല്ലാത്തിനും സ്ലോ ആണ്. ആ പുള്ളിക്കാരുടെ കോൺസ്റ്റിപ്പേഷൻ വരെ, മലം വരെ പോകത്തില്ല, എല്ലാം ഡ്രൈ ആയിട്ട് സ്ലോ ആയിട്ട് റിജിഡ് ആയിട്ട് ഇരിക്കുകയാണ്. വരൈറ്റാസ്, കാൽക്കേരിയ, ഹെലബോറസ്, കാർബൺസ്, ജെൽസീമിയ, ലാക്കസിസ്. അതാണ് ഞാൻ പറഞ്ഞത്, ലാക്കസിസ് സോറയിലും സൈക്കോസിസിലും അവർ സ്ലോ ആയിരിക്കും. ലൈക്കോപോഡിയം അതുപോലെ ലൈക്കോപോഡിയം സോറയിലും സൈക്കോസിസിലും സ്ലോ ആയിരിക്കും, പക്ഷെ സിബിലിസിൽ വരുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും. പിന്നെ എല്ലാ ആസിഡും സ്ലോ ആണ് എക്സെപ്റ്റ് നൈട്രിക് ആസിഡ്. ബ്യൂഫോറാണ, അംബ്രാഗ്രീസിയ ആൻഡ് മെഗ്നീഷ്യം, ഇവരെല്ലാവരും സ്ലോ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ആപ്പിറ്റേറ്റിംഗ് ക്രേവിംഗ് അവേർഷൻ ആണ്. ഇപ്പൊ ഡിസയർ, കൊച്ചിലേ തൊട്ട് ഡിസയർ ഫോർ വാം ഫുഡ് എന്ന് പറയുന്ന വാം ഫുഡേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വാം ഡ്രിങ്ക്സേ കഴിക്കുള്ളെങ്കിൽ രണ്ട് റെമഡിയേ ഉള്ളൂ ഹോമിയോപ്പതി റെമഡീസിൽ. ദാറ്റ് ഈസ് ലൈക്കോപോഡിയ ആൻഡ് കാൽക്കേരിയാസ്. അത് ജനറാലിറ്റിയിലാണ്, ജനറൽ ആയിട്ട് അവരുടെ ജനറ്റിക് ആയിട്ട് വരുന്നതാണ്. ലൈക്കോപോഡിയ ആൻഡ് കാൽക്കേരിയാസ്, അതിന് മാറ്റം വരില്ല. അതേസമയം ഡിസയർ ഐസിനോട് വെറുതെ ഐസ് വാരി തിന്നുന്ന പിള്ളേരുണ്ട്. ഐസ് അല്ലെങ്കിൽ ഏതായാലും ഐസ് വാരി തിന്നുന്ന പിള്ളേരാണെങ്കിൽ മെർക്കുറി ആൻഡ് മെഡോർണോണ്. അവർക്ക് അതാണ്, അത് അവരുടെ ജനറ്റിക് ആയിട്ട് വന്നേക്കുന്നതാണ്, മെർക്കുറിയും മെഡോർണോ. അതേസമയം കോൾഡ് റിഫ്രഷിംഗ് തിങ്സ്, ഫ്രിഡ്ജിനകത്ത് വെച്ച ജ്യൂസ് ഒക്കെ കുടിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊക്കോകോള, കുറെ ഉണ്ടല്ലോ, മിറാൻഡ, അങ്ങനെയുള്ള അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നതെന്ന് പറയുന്ന ആസിഡ് ഫോസും വെറേറ്റർ ആൽബുമാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ്. ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത് രണ്ട് റെമഡീസേ ഉള്ള ആസിഡ് ഫോസ് ആൻഡ് വെറേറ്റർ ആൽബ്. അടുത്തത് സൈഡ് അഫിനിറ്റി. ചില റെമഡീസ് റൈറ്റ് സൈഡഡ് റെമഡീസ് ഉണ്ട്, ചിലത് ലെഫ്റ്റ് സൈഡഡ് റെമഡീസ് ഉണ്ട്. ഇതിനൊരു കാരണമുണ്ട്. കാരണം റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ബ്രെയിൻ ആണ് ഡോമിനന്റ് എങ്കിൽ അവരുടെ ലെഫ്റ്റ് സൈഡഡ് അഫക്ഷൻ ആയിരിക്കും അവർക്ക് കൂടുതൽ വരുന്നത്. കാരണം ലെഫ്റ്റ് സൈഡ് ആയിരിക്കും അവരുടെ വാക്ക് എന്ന് പറയുന്നത്. അവർ ഈ റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ സെർബൽ കോർട്ടെക്സ്, സെർബൽ മെഡുല ആൻഡ് സെറിബെല്ലം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിനെയാണ്. റൈറ്റ് ബ്രെയിൻ ആയിട്ടുള്ള സെർബൽ കോർട്ടെക്സും സെർബൽ മെഡുല ആൻഡ് സെറിബെല്ലവും കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിനെയാണ്. അതേസമയം ലെഫ്റ്റ് സൈഡഡ് ആയിട്ടുള്ള സെർബൽ കോർട്ടെക്സും സെർബൽ മെഡുലയും
സെറിബെല്ലവും കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് സൈഡിനായിരിക്കും. അപ്പൊ റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് ഉള്ളവരുടെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഏറ്റവും നല്ലതാണ്. ദാറ്റ് ഈസ് അവര് വെരി വെരി സെൻസിറ്റീവ് ആയിരിക്കും. ഏത് കാര്യത്തിനും ചെറിയ കാര്യം മതി, ഇമോഷണലി ചെറിയ എന്തെങ്കിലും പറഞ്ഞാൽ മതി, നല്ലത് പറഞ്ഞാലും ഇത് ആയാലും അവര് സെൻസിറ്റീവ് ആണ്. അതില് അവർക്ക് ഉടനെ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. സെൻസിറ്റീവ് ആണ്. അവർ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അവർ കുഞ്ഞിലെ തന്നെ വരയ്ക്കാനും എഴുതാനും പടം ഏതെങ്കിലും ഫിലോസഫിക്കലായിട്ട് തിങ്ക് ചെയ്യാനും ഇങ്ങനെയൊക്കെ പോകുന്ന ഗുരുക്കന്മാര്, സന്യാസിമാര്, ഫാദേഴ്സ്, അല്ലെങ്കിൽ ഉസ്താദുമാർ, അങ്ങനെയൊക്കെ പോകുന്നവരെല്ലാം ഈ റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് ഉള്ളവരായിരിക്കും. അവർക്ക് ജന്മനാ തന്നെ അതിങ്ങനെ വരും. ക്രിയേറ്റിവിറ്റി, ഇമാജിനേറ്റീവ്, ആർട്ടിസ്റ്റിക് മൈൻഡ് ആയിരിക്കും, ഡ്രോയിങ് ആൻഡ് പോയറ്റിക് മൈൻഡ് ആയിരിക്കും, സ്പിരിച്വലിസ്റ്റിക് മൈൻഡ് ആയിരിക്കും, ഫിലോസഫിക്കൽ തിങ്കിങ് ആയിരിക്കും. പക്ഷെ അവര് ഹിസ്റ്റീരിക്കലായിട്ട് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഹിസ്റ്റീരിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. സെൻസിറ്റീവ് വന്നാല് അവര് എടുത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിയാക്ട് ചെയ്ത് ഹിസ്റ്റീരിക്കൽ റിയാക്ട്. പിന്നെ ഇവർക്കാണ് ഡെലൂഷൻസ് ആൻഡ് ഇലൂഷൻസ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ തോന്നലുകൾ. പാമ്പ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാണ്. അവര് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ബാക്കിൽ വന്ന് പാമ്പ് നിന്നിട്ട് എന്നിങ്ങനെ വയ്ക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ അതങ്ങ് പോകുന്നു. വീണ്ടും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴത്തേക്ക് ബാക്കിൽ പാമ്പ് വന്ന് ഇങ്ങനെ വയ്ക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ തോന്നലാണ്. അത് അവര് ലെഫ്റ്റ് സൈഡ് റെമഡിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. കാരണം അവർക്കാണ് കൂടുതലും ഡെലൂഷൻസ് വരുന്നത്, ഈ പെർസെപ്ഷൻസ് കൂടുതലായിട്ട് വരുന്നത്, ഇലൂഷൻസും ഒക്കെ വരുന്നത്. അതേസമയം ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻസ് ആയിട്ടുള്ള, ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനന്റ് ആയിട്ട് റൈറ്റ് സൈഡഡ് ആയിട്ടുള്ള അഫക്ഷൻ വരുന്നവർ, അവരുടെ എന്താണ് ക്യാരക്ടർ എന്ന് പറയുന്നത്, ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻസ് ആയിട്ടുള്ളവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അനലിറ്റിക്കൽ മൈൻഡാണ്. എല്ലാ അനാലിസിസ് നടത്തും. മാത്തമാറ്റിക്കൽ മൈൻഡ് ആയിരിക്കും അവരുടെ. മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് ആയിരിക്കും അവർക്ക്. പോസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ലോജിക്കലി തിങ്ക് ചെയ്യുന്നവരായിരിക്കും. മെന്റൽ ക്വാളിറ്റീസ് കൂടുതലായിരിക്കും. വർക്ക് ആൻഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. അവർ എപ്പോഴും വർക്കഹോളിക് ആയിരിക്കും. എപ്പോഴും ജോലി ചെയ്യണം. എനിക്ക് പണം ഉണ്ടാക്കണം. മണി മൈൻഡഡ് ആയിരിക്കും അവര്. എപ്പോഴും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിരിക്കും. കാൽക്കുലേറ്റീവ് ആയിരിക്കും. പണം എങ്ങനെ ചെലവാക്കണം, ഇത് വരവെങ്ങനെ ചെലവെങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പൈസ പോകുന്നു അവർ കണക്കെഴുതി വയ്ക്കും. അത്രയും ഭയങ്കര ഇതാണ് കാൽക്കുലേറ്റീവ്. ട്രസ്റ്റ് ആയിരിക്കും. ഭയങ്കര മനക്കരുത്തായിരിക്കും. കറേജിയസ് പേഴ്സൺസ് ആയിരിക്കും. ആൻഡ് ഡോമിനേറ്റിംഗ് ആൻഡ് ഡോമിനറിങ് പേഴ്സൺ ആയിരിക്കും. ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് പൊസസീവ്നെസ് കൂടുതലായിരിക്കും അവർക്ക്. ഇതിലുള്ള റെമഡീസ് കൂടെ ഒന്നും പറയാം. റെമഡീസ് ഫോർ ലെഫ്റ്റ് സൈഡഡ് ബ്രെയിൻ ഡോമിനൻസ് ഉള്ള, ലെഫ്റ്റ് സൈഡഡ് റെമഡി, റൈറ്റ് സൈഡഡ് റെമഡിയാണ്. റൈറ്റ് സൈഡ് അബിലിറ്റി ഉള്ള റെമഡീസ് ഏതൊക്കെ എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദി മെറ്റൽസും റൈറ്റ് സൈഡഡ് ആണ്. മെറ്റൽസ് കൂടുതൽ, മെറ്റൽസ് ഞാൻ എപ്പോഴും സ്ട്രോങ് ആൻഡ് കറേജിയസ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് ഉള്ളവരായിരിക്കും. മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ്, ദാറ്റ് ഈസ് അലൂമിന, അർജന്റം മെറ്റ്, ഓറം മെറ്റ്, പലേഡിയം, സ്റ്റാനം മെറ്റ് ആൻഡ് സിങ്കം മെറ്റ്. ഈ മെറ്റൽസ് എല്ലാം ഒന്നുകൂടെ പറയാം. അലൂമിന, അർജന്റം മെറ്റ്, ഓറം മെറ്റ്, പലേഡിയം, ഏറ്റവും വിലപിടിപ്പുള്ളതാണ് പലേഡിയം, സ്റ്റാനം മെറ്റ് ആൻഡ് സിങ്കം മെറ്റ്. ഇത്രയും റെമഡീസ് റൈറ്റ് സൈഡഡ് അഫക്ഷന് കൊടുക്കുന്ന റെമഡീസ് ആണ്. ഇതില് വീക്കായിട്ടുള്ള റെമഡീസ് എന്ന് പറയുന്നത് ലെഫ്റ്റ്, എല്ലാവരും അവരുടെ മൈൻഡ് എപ്പോഴും ഡോമിനറിങ് അച്ചീവേഴ്സ് ആയിരിക്കും, ഭയങ്കര ആംഗ്രി പേഴ്സൺസ് ആയിരിക്കും, എല്ലാം ആണ്. പക്ഷെ അതിൽ ടിമിഡ് ആയിട്ടുള്ള പേഴ്സൺസ് വരുന്നത്, ടിമിഡ് ആൻഡ് മൈൽഡ് പേഴ്സൺസ് വിത്ത് റൈറ്റ് സൈഡഡ് അഫക്ഷൻ ആണെങ്കിൽ ഈ അലൂമിനിയം വരും. അലൂമിനിയം വെറും ഇതാണ്, അലൂമിനിയം പോലെ പെട്ടെന്ന് ഇതായിപ്പോയി, മല്യബിൾ ആയിപ്പോവും, അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ പരേറ്റാസ്, കാലികാർബ്, കാൽക്കേരിയ, ഇഗ്നേഷ്യ, അലൂമിന, ഇത്രയും റെമഡീസ് ആണ് ടിമിഡ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള പേഴ്സൺ വിത്ത് റൈറ്റ് സൈഡഡ് അഫക്ഷൻ. റൈറ്റ് സൈഡഡ് അഫക്ഷനിലുള്ള ആളുകൾ എപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷെ ടിമിഡ് ആൻഡ് മൈൽഡ് ആയിട്ടുള്ള റൈറ്റ് സൈഡഡ് റെമഡീസ് എന്ന് പറയുന്നത് ബരേറ്റാസ്, കാലികാർബ്, കാൽക്കേരിയാസ്, ഇഗ്നേഷ്യ ആൻഡ് അലൂമിന.
ഇത്രയും റെമഡീസ് ആണ്. 3, 2, 5 റെമഡീസ് മാത്രമാണ് ടിമിഡ് ആയിട്ടുള്ള, ബാക്കിയെല്ലാം നല്ല സ്ട്രോങ് റെമഡീസ് ആണ്. അപ്പൊ അതില് മെറ്റൽസ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഈ റൈറ്റ് സൈഡ് റെമഡി മോസ്റ്റ് പോസിറ്റീവ് റെമഡീസ്. നീ പോസിറ്റീവ് ആയിട്ട് എപ്പോഴും ചിന്തിക്കുക, അവര് എല്ലാം പോസിറ്റീവ് ആയിട്ടേ ചിന്തിക്കുള്ളൂ. ദാറ്റ് ഈസ് ആഴ്സനിക്, കാംഫർ, ഹെപ്പാർ സൾഫ്, മെർക്കുറി, സെപ്പിയ ആൻഡ് നക്സോമിക. ഇവരെല്ലാവരും എപ്പോഴും വർക്കഹോളിക് ആൻഡ് ഇൻഡസ്ട്രിയസ് ആയിരിക്കും. ആഴ്സനിക് ആയാലും കാംഫർ ആയാലും ഹെപ്പാർ സൾഫും മെർക്കുറി, സെപ്പിയ ആൻഡ് നക്സോമിക ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ളവരായിരിക്കും. മോസ്റ്റ് മണി മൈൻഡഡ് റെമഡിയും റൈറ്റ് സൈഡ് റെമഡിയാണ്. അതെന്ന് പറയുന്ന ആഴ്സനിക്, ബ്രയോണിയ, കാൽക്കേരിയാസ്, ലൈക്കോപോഡിയം, പൾസാരില്ല, സൾഫർ. മോസ്റ്റ് മണി മൈൻഡഡ് റെമഡീസും റൈറ്റ് സൈഡ് റെമഡീസ് ആണ്. അവര് ആഴ്സനിക്, ബ്രയോണിയ, കാൽക്കേരിയ, ലൈക്കോപോഡിയം, പൾസാരില്ല ആൻഡ് സൾഫർ. ഇനി അടുത്തത് ലെഫ്റ്റ് സൈഡ് അഫിനിറ്റി ഉള്ള റെമഡീസിനെ പറ്റി പറയാം. എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ബ്രെയിൻ ഡോമിനൻസ് ഉള്ള, ലെഫ്റ്റ് സൈഡ് അഫിനിറ്റി ഉള്ള റെമഡീസ്. ഓവർ സെൻസിറ്റീവ് മെറ്റൽസ് ഉണ്ട്, ഭയങ്കര സെൻസിറ്റിവിറ്റി ഉള്ള മെറ്റൽസ്. കുപ്രമെറ്റ്, ഫെറമെറ്റ് ആൻഡ് പ്ലാറ്റിന. പ്ലാറ്റിന നമ്മൾ പറഞ്ഞു ഭയങ്കര ഡോമിനറിങ് ഇതെല്ലാം ആണെങ്കിൽ, പക്ഷെ അവര് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ചെറിയൊരു കാര്യം വരെ അവരെ ബാധിക്കും, പെട്ടെന്ന് അസുഖം ഉണ്ടാകും. ചെറിയൊരു നിസ്സാര കാര്യം അവരെ ഒന്ന് നമ്മൾ ഹർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ഇൻസിഡൻസ് വന്നാൽ മതി. വേറെ ആരെങ്കിലും പറയുന്നതായിരിക്കും, അവരത് മനസ്സിൽ വെച്ചിട്ട് അവർക്ക് ഉടനെ അസുഖം വരും. ദാറ്റ് ഈസ് ഓവർ സെൻസിറ്റീവ് മെറ്റൽസ് ആണ് കുപ്രമെറ്റ്. കുപ്രമെറ്റ് ഭയങ്കര ഇതാണ്, ഡോമിനറിങ് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് പേഴ്സൺ ആണ്, കമാൻഡേഴ്സ് ആയിരിക്കും അവർ എപ്പോഴും. ഫെറമെറ്റ് ഞാൻ പറഞ്ഞല്ല, സർദാർ വല്ലഭായ് പട്ടേലിനെ ഓർത്താൽ മതി. അദ്ദേഹം ഭയങ്കര ഇതായിരുന്നു, പക്ഷെ എന്നിട്ട് അങ്ങേർക്ക് പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റിയില്ല. ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ലാക്കസിസ് ആയിരുന്നു, ഒബീഡിയായിരുന്നു. അയാൾ എങ്ങനെ തട്ടിയെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് കയറി. ഞാനൊന്നും പറഞ്ഞൂടാ, ഇതിൽ പറയാൻ പാടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു, സോറി. പ്ലാറ്റിൻ. ഇനി അടുത്ത ഹിസ്റ്റീരിക്കൽ റെമഡീസ്, ലെഫ്റ്റ് സൈഡ് ഹിസ്റ്റീരിക്കൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യ, വലേറിയാന, വയോള ഓഡ്രേറ്റ, സിൻസിഫ്യൂഗ ആൻഡ് സൈക്ലാമൻ. ഇഗ്നേഷ്യ, വലേറിയാന, വയോള ഓഡ്രേറ്റ, സിൻസിഫ്യൂഗ ആൻഡ് സൈക്ലാമൻ. അതാണ് ഹിസ്റ്റീരിക്കൽ റെമഡീസ് ലെഫ്റ്റ് സൈഡ്. ഇനി സെൻസിറ്റീവും ഹിസ്റ്റീരിക്കൽ ആയിട്ടുള്ള റെമഡീസ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്, അതേസമയം ഹിസ്റ്റീരിക്കൽ റിയാക്ഷൻ ഉള്ള റെമഡീസ് എന്ന് പറഞ്ഞാൽ അർജന്റൻ നൈട്രിക്കം. അവര് ഭയങ്കര ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി ആണ് അവർക്ക്. അസഫോയിറ്റഡ, അസാര യൂറോപ്യം, കാപ്സിക്കം, സീന, ക്രോക്കസ് സട്ടൈവ, ഗ്രാഫൈറ്റിസ്, ക്രിയോസോട്ട്, ലാക്കസിസ്, മെസീറിയം, ഫോസ്ഫറസ്, മോസ്കസ്. ഇത്രയും റെമഡീസ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, അതേസമയം തന്നെ ഹിസ്റ്റീരിക്കൽ റെമഡിയാണ്, ഹിസ്റ്റീരിക്കൽ റിയാക്ഷനും ആയിരിക്കും. ഈ ലാക്കസിസ് ഒക്കെ ഹാർഡ് ഫോർ ഇൻഫീരിയേഴ്സ്, സോഫ്റ്റ് വിത്ത് സുപ്പീരിയേഴ്സ് ആണ്. അവരെപ്പോഴും വീട്ടിലുള്ളവരടുത്ത് ഭയങ്കര അധികാരമായിരിക്കും ലാക്കസിസ് ഒക്കെ. അതേസമയം വെളിയിൽ അവർ ബോസിന്റെ അടുത്ത് ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ലെന്ന് പറയും, അത്രയും നല്ല ഇതായിരിക്കും അവരുടെ ബിഹേവിയർ. അപ്പൊ ഈ റൈറ്റ് സൈഡ് ബ്രെയിൻ ഡോമിനൻസ് ഉള്ള ലെഫ്റ്റ് സൈഡ് റെമഡിയിൽ തന്നെ കുറച്ച് മൈൽഡ് സെൻസിറ്റീവ് റെമഡീസ് ആണെന്നല്ലേ പറഞ്ഞത്. മൈൽഡ് സെൻസിറ്റീവ് ആൻഡ് ടിമിഡ് ആൻഡ് ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ള റെമഡീസ് ആണ്. പക്ഷെ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റി ഉള്ള റെമഡീസ് ഏതൊക്കെയാണ്? ഫെറമും, പ്ലാറ്റിനയും, ലാക്കസിസും, സൾഫറും. ബാക്കി എല്ലാം മൈൽഡ് ആണ്. ഈ മൈൽഡ് ആൻഡ് സെൻസിറ്റീവ് റെമഡീസ് ആണ്, ആൻഡ് ടിമിഡ് ആയിട്ടുള്ള റെമഡീസ് ആണ്. ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റി ഉള്ളതെന്ന് പറയുന്നത് ഫെറവും, പ്ലാറ്റിനയും, ലാക്കസിസും, സൾഫറും. പിന്നെ മോസ്റ്റ് ഓഫ് ദി കാൽക്കേരിയാസ് ആർ ടിമിഡ് ആൻഡ് റൈറ്റ് സൈഡഡ് ആണ്. കാൽക്കേരിയ കാർബ് ഇൻ സൈക്കോസിസിലെ റൈറ്റ് സൈഡഡ് ആണ്, പക്ഷെ സോറയിൽ സെൻസിറ്റിവിറ്റി വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡഡ് ആവും. കാൽക്കേരിയ ഫ്ലൂർ ആണെങ്കിൽ ഭയങ്കര ദോ മണി മൈൻഡഡ് ആണെങ്കിലും റൈറ്റ് സൈഡഡ് ആണ് മണി മൈൻഡഡ് റെമഡി എന്ന് പറഞ്ഞ, പക്ഷെ അത് ലെഫ്റ്റ് സൈഡഡ് ആണ്. ബിക്കോസ് ദേ ഹാവ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്
ആങ്സൈറ്റി അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് ഫിയർ ഓഫ് പോവർട്ടി. ഇത് ഇത്രയും ഉള്ളത് കൊണ്ട് അത് ലെഫ്റ്റ് സൈഡ് റെമഡി ആയിട്ട് മാറുകയാണ്. അവര് മണി മൈൻഡഡ് ആണെങ്കിൽ പോലും അവരിൽ വരുന്നത് ഇൻസെക്യൂർ ഫീലിങ്ങും ആങ്സൈറ്റി ഓഫ് ഫ്യൂച്ചറും ഫിയർ ഓഫ് പോവർട്ടിയും വരുന്നത് കൊണ്ട് അവർ ലെഫ്റ്റ് സൈഡായി മാറും. പിന്നെ മോസ്റ്റ് ഓഫ് ദി കാർബൺസ് എല്ലാം റൈറ്റ് സൈഡ്, കാർബോവേജ്, കാർബോ ആനിമൽസ്, കോസ്റ്റിക്കും എല്ലാവരും റൈറ്റ് സൈഡഡ് ആണ്. കാർബോണിയം, സൾഫ് ഇവരൊക്കെ റൈറ്റ് സൈഡഡ് ആണ്. എക്സെപ്റ്റ് ഗ്രാഫൈറ്റിസ് വിച്ച് ഈസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് ലെഫ്റ്റ് സൈഡഡ് ആണ്. ഗ്രാഫൈറ്റിസ് ലെഫ്റ്റ് സൈഡാണ്, ഒബീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ലൈക്കോപോഡി എപ്പോഴും ദ സിംറ്റംസ് ട്രാവൽ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ തെർമൽസ് നോക്കണം. നമ്മളിപ്പോ സോറിക് കേസ് ആയാലും, സോറോ സൈക്കോട്ടിക് കേസ് ആയാലും, സൈക്കോസിബിലിറ്റിക് കേസ് ആയാലും, പ്യുവർ സൈക്കോട്ടിക് കേസ് ആയാലും നമ്മൾ തെർമൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെർമൽസ് ആൻഡ് തേഴ്സ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതേസമയം പ്യുവർ സിബിലിറ്റിക് ആൻഡ് ആട്ടോഇമ്യൂൺ ഡിസീസ് ആണെങ്കിൽ അവിടെ തെർമൽസ് നോക്കരുത്. കാരണം ഹൈപ്പോതലാമസ് ആണ് ഹെൽപ്സ് ടു മാനേജ് യുവർ ബോഡി ടെമ്പറേച്ചർ. ഹൈപ്പോതലാമസ് ആണ് നിയന്ത്രിക്കുന്ന ഇതല്ല. ബോഡി ടെമ്പറേച്ചറും ഹങ്കറിനെയും തേഴ്സ്റ്റിനെയും നമ്മുടെ മൂഡിനെയും സെക്ഷൽ ഡ്രൈവിനെയും പ്രഷറിനെയും സ്ലീപ്പിനെയും മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ നിന്നാണ്. അപ്പൊ ഈ ഹൈപ്പോതലാമസ് ആണ് ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ സിബിലിറ്റിക്ക് ആകുമ്പോൾ ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, ഇതിന്റെ കൺട്രോളൊക്കെ വിട്ടുപോകും. അതുകൊണ്ടാണ് സിബിലിറ്റി പ്യുവർ സിബിലിറ്റി കേസാണ് അല്ലെങ്കിൽ ആട്ടോഇമ്യൂൺ കേസ് ആണെങ്കിൽ അവിടെ തെർമൽസ് നോക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസിന്റെ കൺട്രോള് വിട്ടുപോകും, അതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ തെർമൽസ് നോക്കേണ്ട സോറോ സൈക്കോട്ടിക് കേസ്, പ്യുവർ സൈക്കോട്ടിക് കേസ് ആൻഡ് സൈക്കോസിബിലിറ്റി കേസിലായിരിക്കണം നോക്കേണ്ടത്. അപ്പൊ അവിടെ തെർമൽസ് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നിരുന്നപ്പോ ഞാൻ ഇവിടെ AC ഇട്ടേക്കായിരുന്നു. എനിക്ക് അത് അങ്ങ് അടയ്ക്കാൻ പറഞ്ഞു, അടച്ചു. ഇപ്പൊ പേഷ്യന്റ് വന്നു, അയ്യോ ഡോക്ടറെ എനിക്ക് AC ഇട്ടേക്കുന്ന ഡോക്ടർ. ഞാൻ പറഞ്ഞു അതെ, അയ്യോ എനിക്ക് തണുപ്പ് പറ്റുന്നില്ല ഡോക്ടർ, അതങ്ങ് ഓഫ് ചെയ്താൽ കൊള്ളാമായിരുന്നു. അപ്പൊ ഞാനങ്ങ് ഓഫ് ചെയ്ത്. അപ്പൊ എന്നാ ഞാൻ ആ പേഷ്യന്റ് ഈ സസെപ്റ്റബിൾ ടു കോൾഡ്, അതാണ് ചില്ലി പേഷ്യന്റ്. അവർക്ക് തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല, അവരുടെ മനസ്സിനും ശരീരത്തിനും തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല. അതേസമയം അസുഖം കൂടുന്നു, തണുപ്പ് കൊണ്ട് അസുഖം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രവേഷൻ ആണ്. ഒരിക്കലും അതെടുക്കരുത്. നമ്മളെ പേഷ്യന്റ് അടുത്ത് ചോദിക്കണം, നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയാണ് താങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് കാലാവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ചൂടാണോ തണുപ്പാണോ ഏറ്റവും ഇഷ്ടം? അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് തണുപ്പാണ് ഇഷ്ടം, എനിക്ക് എപ്പോഴും തണുപ്പ് വേണം, ചൂട് എന്നെ കൊണ്ട് താങ്ങാനേ ഒക്കില്ല എന്ന് തന്നെ പറയും. ദാറ്റ് ഈസ് ഐ ആം ഹോട്ട് പേഷ്യന്റ്. അതേസമയം വേറെ പേഷ്യന്റ് ഞാൻ പറഞ്ഞില്ല AC ഇട്ട പേഷ്യന്റ് പറ്റുന്നില്ല, ഈസ് വെരി സസെപ്റ്റബിൾ ടു കോൾഡ്. അപ്പൊ അവിടെ ചില്ലി പേഷ്യന്റ്. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ നമ്മുടെ ഹോമിയോപ്പതിക് റെമഡീസിൽ ചില്ലി റെമഡീസ് ആണ് കൂടുതൽ. കാരണം നമ്മള് ഹ്യൂമൻ ബീയിങ്സ് എല്ലാം ഹോട്ട് ബ്ലഡഡ് ആളുകളാണ്, ഹോട്ട് ബ്ലഡഡ് ആണ്. അപ്പൊ അവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴുമ്പോഴാണ് നമ്മൾ ചില്ലി ആയി മാറുന്നത്. അപ്പൊ ഈ ഡിസീസ് കൂടുതലും വരുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴുമ്പോഴാണ്. അപ്പോഴും വരുന്നതെല്ലാം ചില്ലി റെമഡീസ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ ഹോമിയോപ്പതിയില് റെമഡീസിൽ ഏറ്റവും കൂടുതൽ ചില്ലി റെമഡീസ് ആണ്. ഹോട്ട് റെമഡീസ് കുറച്ചേ ഉള്ളു. 3 മാർക്ക് ഹോട്ട് റെമഡീസ് എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എപ്പിസ്, അർജന്റൻ നൈട്രിക്കം, അയഡം, കാലി അയഡൈഡ്, കാലി സൾഫ്, പ്ലാറ്റിന, പൾസാൻഡ. ഇത് ഇത്രയും 3 മാർക്ക് ഹോട്ട് റെമഡീസ് ആണ്. 3 മാർക്ക് അല്ലാതെ ഹോട്ട് റെമഡീസ് 2 മാർക്ക് ഉണ്ട്, 1 മാർക്ക് ഉണ്ട്. പക്ഷെ 3 മാർക്ക് ഹോട്ട് റെമഡീസ് ഇത്രയേ ഉള്ളൂ. എപ്പിസ്, അർജന്റൻ നൈട്രിക്കം, അയഡം, കാലി അയഡൈഡ്, കാലി സൾഫ്, പ്ലാറ്റിന ആൻഡ് പൾസാൻഡ. ചില്ലി റെമഡീസ് കുറെ ഉണ്ട്, അത് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം, അത്രേ പറ്റുള്ളൂ. അത് എഴുതിയെടുക്കാൻ സമയം കിട്ടത്തില്ല. ആന്റിക്രൂഡ്, ആൾസാൽബ്, ബരേറ്റ കാർബ്, കാൽക്കേരിയ കാർബ്, കാൽക്കേരിയ പോസ്, കാപ്സിക്കം, കോസ്റ്റിക്കം, ചമൂമില, ചൈന, ഗ്രാഫൈറ്റിസ്, പെപ്പർ സൾഫ്, ഹൈപ്പറിക്കം,
കാലിയാൾസ്, മാക്ഫോസ്, മെർക്കൂറിയസ്, മെർസോൾ ആണെങ്കിൽ അക്യൂട്ട് കേസിൽ ഹോട്ട് ആയിരിക്കും. അതേസമയം ക്രോണിക് കേസാണ് എന്ന് പറഞ്ഞാൽ റെക്കറിങ് അസുഖം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ അലർജിക്ക് ഇത് തന്നെ അലർജിക്ക് ഡെർമറ്റൈറ്റിസോ അലർജിക്ക് റൈനൈറ്റിസോ ആണ് റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അവര് ചില്ലിയാണ് കാണിക്കുന്നത്, തണുപ്പ് താങ്ങാക്കൂല. അതേസമയം അക്യൂട്ട് കേസാണ്, ഒരു ഫീവർ വരെയാണ്, തൊണ്ടവേദനയായിട്ട് വരെയാണ്, അപ്പൊ അവര് പറയും എനിക്ക് ചൂട് ഫാൻ വേണം ഡോക്ടറെ, എനിക്ക് ഫാൻ വേണം എന്ന് പറയാണ്. പക്ഷെ സലവേഷൻ ഉണ്ട്, വിയർപ്പ് കൂടുതലായിട്ടുണ്ട്, അതിന്റെ ഡിഫൈൻഡ് നേച്ചർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മെർസോൾ കൊടുത്താൽ മതി, 200 ഒറ്റ ഡോസ് കൊടുത്താൽ മതി, ശരിയാവും. പിന്നെ മോസ്കസ്, ഞാൻ ഇതിന്റെ കൂടെ ഇതെല്ലാം പറഞ്ഞു വന്നേ ഉള്ളൂ. മോസ്കസ്, നൈട്രിക് ആസിഡ്, നക്സോമിക്ക, ഒലിയാണ്ട, ഫോസ്ഫറസ്, സോറിനം, പൈറജൻ, റാനാങ്കുലസ് ബൾബോസിസ്, റസ്റ്റോസ്, റൂമെക്സ്, സബൈന, സെപ്പിയ, സൈലീഷ്യ, ഇതെല്ലാം ചില്ലി റെമഡീസ് ആണ്. 3 മാർക്ക്. സ്കില്ല, സ്പൈജീലിയ, സ്ട്രോൺഷ്യൻ ഗാർബ്, ടെറാസാക്കം, ടുക്രിയം ആൻഡ് തൈറോയിഡിന, ഇത്രയും 3 മാർക്ക് ചില്ലി റെമഡീസ് ആണ്. ഇനി അടുത്തത് തേഴ്സ്റ്റ് ആൻഡ് തേഴ്സ്റ്റ്ലെസ്. അത് നമ്മൾ ചോദിക്കേണ്ടത്, പേഷ്യന്റ് അടുത്ത് ചോദിക്കേണ്ട, ദാഹം തോന്നിയിട്ട് നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കും? ദാഹം തോന്നിയിട്ട്, അല്ലാതെ എനിക്ക് അസുഖം വരാതിരിക്കാൻ വെള്ളം കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അറിയോ, ദാഹം തോന്നിയിട്ട് എന്നാ ദാഹമൊന്നും തോന്നാറില്ല ഡോക്ടറെ, അങ്ങ് വെള്ളം കുടിക്കും. ദാഹം തോന്നിയിട്ടൊക്കെ കുറവാണ് എനിക്ക് വെള്ളം കുടി, അങ്ങനെയാണെങ്കിൽ തേഴ്സ്റ്റ്ലെസ് എടുത്തോളണം. അല്ലാതെ ഇപ്പൊ ദാഹം തോന്നിയിട്ട് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുമെന്ന് ചോദിച്ചാൽ, ഡോക്ടറെ ഞാൻ ധാരാളം വെള്ളം കുടിക്കും, എനിക്കാണ് വെള്ളം വേണം, വെള്ളം ഇല്ലെങ്കിൽ പറ്റത്തില്ല, ദാറ്റ് ഈസ് തേഴ്സ്റ്റിയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. തേഴ്സ്റ്റി ഉണ്ടോ അല്ലെങ്കിൽ തേഴ്സ്റ്റ്ലെസ് ആണോ എന്നറിയുന്നത്. തേഴ്സ്റ്റ്ലെസ് പേഷ്യന്റ് പറയും എനിക്ക് അങ്ങനെ ദാഹമൊന്നും തോന്നാറില്ല ഡോക്ടറെ, പിന്നെ അസുഖം വരാതിരിക്കണമല്ലോ, അതുകൊണ്ട് വെള്ളം കുടിക്കുന്നേ ഉള്ളു എന്ന് പറയും. തേഴ്സ്റ്റ്ലെസ് ആയിട്ടുള്ള 3 മാർക്ക് റെമഡീസ് എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദി ആസിഡ് എക്സെപ്റ്റ് അസറ്റിക് ആസിഡിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അസറ്റിക് ആസിഡ് നമുക്ക് ഡയബറ്റീസ് മെൽറ്റസിന് കൊടുക്കാമെന്ന് പറയുന്നത്. കാരണം അതൊരു നല്ലൊരു ഇതാണ്, ഡയബറ്റിക്കിന് കൊടുക്കാവുന്ന നല്ലൊരു റെമഡിയാണ്. ബാക്കി എല്ലാ ആസിഡിനും ടേസ്റ്റ്ലെസ് ആണ്. പിന്നെ ചൈന 3 മാർക്ക് ടേസ്റ്റ്ലെസ് റെമഡിയാണ്. ഹെലബോർസ് 3 മാർക്ക് ടേസ്റ്റ്ലെസ് റെമഡിയാണ്. എപ്പിക്കാക്ക്, മെനിയാന്തസ്, നസ്മോസ്കിറ്റയുടെ ചുണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുമെന്നാണ്, നാക്ക് വരെ കോട്ടൺ പോലെ ഒട്ടിപ്പിടിക്കുന്നു, അത്രയ്ക്ക് ടേസ്റ്റ്ലെസ് ആണ് അവര്. ഫോസ്ഫോറിക് ആസിഡ് ടേസ്റ്റ്ലെസ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ റിഫ്രഷിങ് ഡ്രിങ്ക്സ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊക്കോളയും മെറാൻഡയും അങ്ങനെയുള്ള ഡ്രിങ്ക്സും പിന്നെ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെറൈട്രാൽബും ഉണ്ട്. ടേസ്റ്റി 3 മാർക്ക് റെമഡീസ് കുറെ ഉണ്ട് കേട്ടോ, പറയട്ടാ. അസറ്റിക് ആസിഡ്, അർജന്റൻ നൈട്രിക്കം, ആഴ്സ്, കാൽക്കേരിയ, കോസ്റ്റിക്കം, ചമുമില, ഡിജിറ്റാലിസ്, ഹെലബോറസ്, അയഡം, ഓൾ കാലീസ്, എല്ലാ കാലീസും ടേസ്റ്റി റെമഡീസ് ആണ്. ഓൾ മെർക്കൂറിയസും ടേസ്റ്റി റെമഡീസ് ആണ്. ഓൾ മെഗ്നീഷ്യവും ടേസ്റ്റി റെമഡീസ് ആണ്. നക്സോമിക്ക, പൈറജൻ, സൈലീഷ്യ, ടെറന്റുല, തൈറോയിഡിന, ഇതെല്ലാം ടേസ്റ്റി റെമഡീസ് ആണ്. 3 മാർക്ക് ടേസ്റ്റി റെമഡി. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തെർമൽസ് വെച്ച് നമുക്ക് സോറോസൈക്കോട്ടിക് കേസിലും സൈക്കോസിബിലിറ്റിക് കേസിലും സൈക്കോട്ടിക് കേസിലും തെർമൽസും തേഴ്സ്റ്റും വെച്ച് റെമഡി ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹോട്ട് ആൻഡ് തേഴ്സ്റ്റി റെമഡീസ് എന്ന് പറയുന്നത് കുറച്ചുണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇത് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. നല്ല ക്രോണിക് കേസിൽ വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹോട്ട് ആൻഡ് തേഴ്സ്റ്റി റെമഡീസ് എന്ന് പറയുന്ന നാട്രമോർ, സൾഫർ, ഓപ്പിയം,
മെർക്കുറിയസ് എല്ലാം വരും, എക്സെപ്റ്റ് മെർക്കോർ, അത് ടേസ്റ്റ്ലെസ് ആണ് കേട്ടോ, അത് ഓർത്ത് വയ്ക്കണം എപ്പോഴും. മെർക്കോർ ഹോട്ടാണ്, ആസ് വെൽ ആസ് ടേസ്റ്റ്ലെസ്സും ആണ്. അർജന്റൻ നൈട്രിക്കം, അയഡം എല്ലാ അയഡവും ഇതാണ് കേട്ടോ, ടേസ്റ്റിയാണ്. ആൾസൈഡേഡ്, ഓറോഐഡേഡ്, ബരേറ്റ് അയഡേഡ്, കാൽക്കരി അയഡേഡ്, കാലി അയഡേഡ് എല്ലാം ടേസ്റ്റിയാണ്, ഹോട്ട് ആൻഡ് ടേസ്റ്റിയാണ്. എല്ലാ കാലീസും ഹോട്ട് ആൻഡ് ടേസ്റ്റിയാണ്. പിന്നെ ഹിസ്റ്റീരിക്കൽ റെമഡീസ് ആയ ഹയോസിയാമസ്, സ്ട്രമോണി ആൻഡ് വെറേറ്ററും ഹോട്ട് ആൻഡ് ടേസ്റ്റി റെമഡീസ് ആണ്. ഹയോസിയാമസും സ്ട്രമോണിയും വെറേറ്ററും. അത് ഏതാണ്? എപ്പോഴും ഡിസീസ് ഓർത്തിരിക്കണം. സോറിക് ഡിസീസ് ആയിരിക്കണം, അല്ലെങ്കിൽ സോറോ സൈക്കോട്ടിക് ഡിസീസ് ആയിരിക്കണം, അല്ലെങ്കിൽ സൈക്കോട്ടിക് ഡിസീസ് ആയിരിക്കണം, അല്ലെങ്കിൽ സൈക്കോസിബിലിറ്റിക് ഡിസീസ്. ഒരിക്കലും സിബിലിറ്റിക് ഡിസീസിൽ തെർമൽസും എടുക്കരുത്, തേഴ്സ്റ്റും എടുക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്നേക്കില് ലാക്കസിസ് ഭയങ്കര ടേസ്റ്റിയാണ്, ഹോട്ട് ആൻഡ് ടേസ്റ്റിയാണ്. പിന്നെ ബാക്കി ഒരുവിധം സ്നേക്കുകളുണ്ട്, പക്ഷെ നാജ, ഇലാപ്സ്കോർ ഒക്കെ ചില്ലിയാണെന്ന് തോന്നുന്നു, അത്ര പിടിയില്ല. ആന്റിയും ക്രൂഡ്, ഫ്ലൂറിക് ആസിഡ് ഹോട്ട് ആൻഡ് ടേസ്റ്റി, ബ്രയോണിയ ഹോട്ട് ആൻഡ് ടേസ്റ്റി. ഇതിന്റെ വേണമെങ്കിൽ ഞാൻ കുറച്ച് പ്രത്യേകതകൾ പറയാം. ഈ ഹോട്ട് ആൻഡ് ടേസ്റ്റി ലെഫ്റ്റ് സൈഡഡ് റെമഡീസ് ആണ് ഈ പറഞ്ഞ, ലെഫ്റ്റ് സൈഡ് ആണ് കേട്ടോ, സെൻസിറ്റീവ് റെമഡീസ് ആണ്, ഇവരെല്ലാവരും സെൻസിറ്റീവ് റെമഡീസ് ആണ്, ലെഫ്റ്റ് സൈഡഡ് റെമഡീസ് ആണ്. ഹോട്ട് ആൻഡ് ടേസ്റ്റി ലെഫ്റ്റ് സൈഡഡ് റെമഡീസ് എന്ന് പറയുന്നത് നാട്രമോറിന്റെ ക്യാരക്ടർ പറയാം. നാട്രമോർ ഭയങ്കര റിസർവ്ഡ് പേഴ്സൺ ആയിരിക്കും, അത് ഇനി അവര് സിബിലിറ്റി ആയാലും റിസർവ്ഡ് ആയിരിക്കും. കൺസോലേഷൻ അഗ്രവേഷൻ ആണ്, അവർക്ക് കൺസോൾ ചെയ്യുന്ന ആരുടെയും സിമ്പതി അവർക്ക് ആവശ്യമില്ല, എനിക്ക് ആരുടെയും സിമ്പതി വേണ്ടെന്ന് പറയും. അഫക്റ്റഡ് ബൈ സൺ അവർക്ക് പറയും, എനിക്ക് ഡോക്ടറെ ഈ സൂര്യപ്രകാശം ഏൽക്കാനേ പറ്റൂല, ഉടനെ തലവേദന വരും എന്ന് തന്നെ പേഷ്യന്റ് പറയും. ഇമോഷണൽ പേഴ്സൺ ആണ്, സെൻസിറ്റീവ് പേഴ്സൺ ആണ്, ആങ്കർ സപ്രസ്ഡ് ആങ്കർ ആണ് അവർക്ക് എപ്പോഴും ഉള്ളില്, അവര് തന്നെ ഉള്ളിലങ്ങ് ഒതുക്കും, സപ്രസ്ഡ് ആണ്, എല്ലാം സപ്രഷൻ ആണ്. 1-to-1 റിലേഷൻഷിപ്പ് ആയിരിക്കും അവർക്ക് എപ്പോഴും ഉള്ളത്. എന്ന് കഴിഞ്ഞാൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരടുത്തെല്ലാം പറയാൻ നോക്കും, അവര് പിരിഞ്ഞു പോയാൽ പിന്നെ അവരോട് പിന്നെ പോവേയില്ല, അവരെ പിന്നെ ഇഷ്ടമേ അല്ല, പിന്നെ ആരുമായിട്ട് അടുക്കാനും പോകത്തില്ല. അങ്ങനെയാണ് അവരുടെ നേച്ചർ നാട്രമോറിന്. സൾഫർ ആണെങ്കിലാ കൊച്ചിലെ തൊട്ട് എക്സ്ട്രോവർട്ട് ആയിരിക്കും. കൊച്ചു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഹലോ ഡോക്ടർ ഷേക്ക് ഹാൻഡൊക്കെ ഇങ്ങനെ തരും, നമുക്ക് സൾഫറിനെ ഉടനെ അറിയാം, കാഷ്വൽ ആയിട്ട് വന്നങ്ങ് ഇരിക്കും. ഇതൊക്കെയാണ് സൾഫറിന്റെ നേച്ചർ. ഭയങ്കര എക്സ്ട്രോവർട്ടാണ്, അവരെ ഇങ്ങോട്ട് വന്ന് നമ്മളോടത്ത് പരിചയപ്പെടും. ആസ് വെൽ ആസ് അവര് ഭയങ്കര ബ്രെയിൻ ഉള്ളവരായിരിക്കും, എന്നാ പ്രൊഡക്ടിവിറ്റി ഒന്നും കാണത്തില്ല, ഭയങ്കര വാചകോടിയാണ്. ഡോക്ടറെ ഇങ്ങനെയാണ്, ഞാൻ ഈ പടം വരയ്ക്കും, ഞാൻ കവിതയൊക്കെ എഴുതും ഡോക്ടറെ, ഞാൻ നല്ലപോലെ പുസ്തകമൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതും. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ ചെയ്യും, അവൻ ശരിയാണ്, എല്ലാം ചെയ്യും. പക്ഷേ റിസൾട്ട് വരുമ്പോ, എക്സാം റിസൾട്ട് വരുമ്പോ ഇതൊന്നും കാണത്തില്ല. അതാണുള്ളൊരു കുഴപ്പം, സൾഫറിനുള്ളൊരു കുഴപ്പം. അർജന്റൻ നൈട്രിക് ആണെങ്കിൽ എപ്പോഴും ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി, ഇൻസെക്യൂർ ഫീലിംഗ് ആണ്, സെൻസിറ്റിവിറ്റി ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള റെമഡി ഇല്ല. മൈൻഡ് ഈസ് ടുമാറോ, എപ്പോഴും പിറ്റേ ദിവസം വെച്ച് ചിന്തിച്ചോണ്ടിരിക്കും, നാളെ എന്ത് നടക്കും, ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. ഒരു ക്ഷമയില്ലാത്ത ആളുകളാണ് ഈ അർജന്റൻ നൈട്രിക്. പക്ഷെ ബോഡി ടുഡേ ആയിരിക്കും, ശരീരം ടുഡേ ആണെങ്കിലും മൈൻഡ് ടുമാറോത്തെ മൈൻഡാണ് വെച്ചേക്കുന്നത്. അക്വയർഡ് ഇംപേഷ്യന്റ് ആണ്, ഭയങ്കര ഇമ്പൾസീവ് ടൈപ്പ് ആണ്. ഹറീഡ്നെസ്, ഹേസ്റ്റി, അർജൻസി, അപ്രിഹെൻഷൻ. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ തന്നെ അർജന്റൻ നൈട്രിക്, ഞാനടുത്ത് കഴിച്ചിട്ടുണ്ട് അർജന്റൻ നൈട്രിക്. ഭയങ്കര ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ ആണ്. ഞാൻ എപ്പോഴും ലെഫ്റ്റ് സൈഡ് റെമഡിയാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡ് അഫക്ഷൻ ആണ് എനിക്ക് എപ്പോഴും ഉള്ളത്. ഓപ്പിയം ആണെങ്കിൽ പ്രിഡോമിനന്റ്ലി ലെഫ്റ്റ് ആണ്, സെൻസിറ്റീവ് ആണ് അവര്, പക്ഷേ എക്സ്ട്രോവർട്ട് ആണ്, വെരി ഷാർപ്പ് ബ്രെയിൻ ആൻഡ് ഗുഡ് ഓറട്ടർ ആയിരിക്കും. പക്ഷെ റൈറ്റ് സൈഡഡ് ആയിട്ട് വരും, സൈക്കോട്ടിക് ആണെങ്കിൽ റൈറ്റ് സൈഡഡ് ആയിട്ട് വരും. ഭയങ്കര ഓററ്റേഴ്സ് ആൻഡ് ഗുഡ് പ്ലാനേഴ്സ് ആയിരിക്കും.
ഇവരെയൊക്കെ ഏതെങ്കിലും പ്ലാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര മിടുക്കരായിരിക്കും. ആൻഡ് ഹിയറിംഗ് അക്യൂട്ടാണ്. ഈ രാത്രി കിടന്ന ടിക് ടിക് എന്നുള്ള ക്ലോക്കിന്റെ സൗണ്ട് പോലും അവർ കേൾക്കും. അത്രയ്ക്ക് അക്യൂട്ട് ഹിയറിംഗ് ആണ്. ആരെങ്കിലും ദൂരെ നിന്ന് പതുങ്ങി സംസാരിച്ചാൽ പോലും ഇവർക്ക് കേൾക്കാൻ സാധിക്കും. അത്രയും അക്യൂട്ട് ഹിയറിംഗ് ആണ്. ഹിയറിംഗ് ഭയങ്കര അക്യൂട്ടാണ്. ആൻഡ് കണ്ടന്റഡ് ആണ്. അവർക്ക് ഉള്ളതിൽ സംതൃപ്തരാണ്. പണം വേണം എന്നുള്ള മണി മൈൻഡഡ് നേച്ചർ കുറവാണ് കുറച്ച്. അതാണ് OPM. ആന്റി ഇൻക്ലൂഡ് ആണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ്, ലെഫ്റ്റ് സൈഡഡ് ആണ്. ഭയങ്കര സെൻസിറ്റീവ്, ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇറിറ്റബിഷൻ തോന്നും നമുക്ക്. ലോ ഇന്റലിജൻസ് ആയിരിക്കും, മോർ ബ്രൂഡിങ്. എപ്പോഴും പരാതിയും പറഞ്ഞു, പഴയ കാര്യങ്ങളും പറഞ്ഞു, ഓ എനിക്ക് അതൊന്നും കിട്ടിയില്ല, എനിക്ക് ഇതൊന്നും കിട്ടി. ഇങ്ങനെ സെന്റിമെന്റൽ ആണ്, ഭയങ്കര പെട്ടെന്ന് അങ്ങ് സെന്റിമെന്റൽ ആകും. അങ്ങ് കരുത്തിലും ഇങ്ങനെ ലമെന്റ് ചെയ്തോണ്ടിരിക്കുക. അതാണ് ആന്റി ഇൻക്ലൂഡ്. ഹയോസിയമസ് predominantly ലെഫ്റ്റ് സൈഡഡ്, ഓൾസോ റൈറ്റ് സൈഡഡ് ആണ്. എക്സ്ട്രോവർട്ട് ആണ്, പറഞ്ഞല്ല, ഹോട്ട് ആൻഡ് തേഴ്സ്റ്റി ആണ് അവര്. റൈറ്റ് സൈഡഡ്. അത് ഈ എപ്പോഴും ശ്രദ്ധിക്കുക, സൈക്കോട്ടിക് കേസ് ആയിരിക്കണം, ശ്രദ്ധിക്കണം. ജസ്റ്റിംഗ്, പിന്നെ തമാശ പറയാൻ മിടുക്കരാണ് കേട്ടോ. ജോവിയൽ ആൻഡ് ഇൻസൈറ്റിംഗ്. ക്വിക്ക് വില്ലാണ്. ഓൾവേസ് ലാസ്റ്റ് ലാഫ് ബിക്കോസ് ഓഫ് ക്വിക്ക് ബ്രെയിൻ. ഭയങ്കര തമാശയാണ്, ഭയങ്കര കണ്ണിങ് ആണ്, ഇൻസൈറ്റിംഗ് ആണ്. ആന്റിക്സ് പ്ലേ ചെയ്യാൻ പിള്ളേരൊക്കെ ഈ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് തമാശ അത് എന്നിട്ട് അതിന് ചിരിക്കും, ഭയങ്കരമായിട്ട് അട്ടഹസിക്കും. അതാണ് ഹയോസിയാമസ്. സമയം തീർന്ന പ്രഡോമിനന്റ്ലി ഇതോടെ ഞാൻ പറഞ്ഞു തീർക്കാം. പ്രഡോമിനന്റ്ലി ലാക്കസിസ് ആണ്, പ്രഡോമിനന്റ്ലി ലെഫ്റ്റ് സൈഡഡ് ആണ്, ആൾസോ റൈറ്റ്. ഞാൻ പറഞ്ഞില്ല, റൈറ്റ് സൈക്കോട്ടിക് ആണെങ്കിൽ റൈറ്റിലോട്ട് വരും. വെരി ഷാർപ്പ് ബ്രെയിൻ ആയിരിക്കും, വെരി മാനിപ്പുലേറ്റീവ്. ഭയങ്കര ആളുകളെ തിരിമറിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കും. ആളുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഇവര് രക്ഷപ്പെടും. ഇവരവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞൊന്നും പോകും. കണ്ണിങ് ആണ്, ഭയങ്കര ഹൈലി കണ്ണിങ് ആണ് ലാക്കസിസ്. കാലീസ് എല്ലാം ഭയങ്കര ടിമിഡാണ്, ട്രമൻഡസ് ആങ്സൈറ്റി കാണും, സ്റ്റാർട്ട്ലിങ്, എപ്പോഴും ഞെട്ടുന്ന സ്വഭാവമുണ്ട്. കാലിൽ ആരെങ്കിലും പിടിച്ചെന്ന് പിടിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞെട്ടിപ്പിടിക്കുക, അങ്ങനെ അത്രയും ഭയങ്കര ഇതാണ്. ആൻഡ് കോറൽസം ആൻഡ് അഗ്രസീവ് ടൈപ്പാണ്, ഭയങ്കര വഴക്കാളികളായിരിക്കും ഇവര്. പ്രത്യേകിച്ചും കാലി അയഡൻ, കാലി സൾഫാണ് ഹോട്ട് ആൻഡ് ടേസ്റ്റി റെമഡീസ്. ഇനി റൈറ്റ് സൈഡിലൂടെ പറഞ്ഞിട്ട് തീർക്കാം. ഹോട്ട് തേഴ്സ്റ്റി റൈറ്റ് സൈഡഡ് ആണ്, ഫ്ലൂറിക് ആസിഡ് ആണ്. ഫ്ലൂറിക് ആസിഡിന്റെ പ്രത്യേകത ഹെയർ ആൻഡ് നെയിൽസ് ഗ്രോ ഫാസ്റ്റ്. അവരുടെ മുടി ഭയങ്കരമായിട്ട് വളരും, അതുപോലെ നെയിലും പെട്ടെന്ന് വളരും. പിന്നെ അവര് ബൊയാൻസിയാണ്, അവർക്ക് ഇങ്ങനെ ആസ്വദിച്ച് നടക്കണം. ഫ്രീഡം ആണ് അവർ ആഗ്രഹിക്കുന്ന, ലിബർട്ടിനിസമാണ്, സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക, അതിലാണ് അവര് സന്തോഷം കണ്ടെത്തുന്നത്, കണ്ടന്റ്മെന്റ്. ബ്രൈ ആണെങ്കിൽ എപ്പോഴും ബിസിനസ് മൈൻഡ് എപ്പോഴും കാണും, അവർക്ക് എപ്പോഴും മണി മൈൻഡഡ് ആയിരിക്കും, എപ്പോഴും ബിസിനസ് മാത്രമായിരിക്കും ഇവിടെ. അത്രയേ ഉള്ളു. പിന്നെ മെർക്കൂറിയസ് സലേവേഷൻ കാണും, റിവോൾട്ടിങ് നേച്ചറാണ്, അനാർക്കിസ്റ്റ് ബിഹേവിയർ ആണ്, എല്ലാത്തിനും എതിർക്കാനുള്ള മൈൻഡ്. ഇത്രയും തന്നെ. ബാക്കി പിന്നെ അടുത്ത ക്ലാസ്സിന്. റൈറ്റ് സൈഡിൽ 3 അല്ലേ? ഫ്ലൂറിക് ആസിഡ്, ബ്രയോണിയ, കാലി അയഡേഡും പറയുന്നുണ്ട്, മെർക്കൂറിയസും. ഇത് സോറിക് കേസിനും സൈക്കോട്ടിക് കേസിനും പ്യുവർ സൈക്കോട്ടിക് കേസിനും സൈക്കോസിബിലിറ്റി കേസിനെയും ഉപയോഗിക്കാവേ. ഈ തെർമൽസ് ആൻഡ് തേഴ്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നല്ലൊരു ക്ലാസ്. ഇനി നമുക്ക് സമയം ഇല്ല, എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒക്കെ എടുക്കാം അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിന് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേരെ, അൺമ്യൂട്ട് ചെയ്ത് തരാം. ഡോക്ടറുടെ ഫാസ്റ്റ് പാസഞ്ചർ, എന്നാലും അത്രയ്ക്ക് ഫാസ്റ്റ് ആയില്ല. വളരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് വന്നെന്നറിയാമോ? എത്ര പേര് വന്നത്.
ആർക്കെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടോ? ഒന്ന് അനലൈസ് ചെയ്തേരെ. ചോദിച്ചോ ഡോക്ടറെ. ആരെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഏതാ ഡോക്ടർ ഹാൻഡ് ആണോ? റൈസ് ചെയ്തിരിക്കുന്നത്? ജയലളിത. എനിക്ക് മൊബൈൽ ആയതുകൊണ്ട് കാണത്തില്ല. കണ്ടു. ജയലളിത ഡോക്ടറെ. ഓക്കെ, അനിത ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു. എല്ലാം ഒരുവിധം എല്ലാം ആക്ട് ചെയ്ത് പോകുന്നു. ഇത്തിരി സ്പീഡായെങ്കിലും കുഴപ്പമില്ല. യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, അതിൽ നോക്കാലോ. ഞാൻ വന്നിട്ട് ഒരു ഡൗട്ട് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? പെട്ടെന്ന് തീർക്കാം. ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവന് പഠിക്കുകയും ചെയ്യണം, ജോലിയും ചെയ്യണ്ട ഓസ്ട്രേലിയയിൽ. അവനിപ്പോ ലീവിന് വന്നപ്പോ അവന്റെ കംപ്ലൈന്റ്, അവന് ശ്വാസം മുട്ടുണ്ട്. ഈ ശ്വാസം മുട്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നാണ്. പിന്നെ അവിടെ പോയി പിന്നെ ശ്വാസം മുട്ട് വന്നെങ്കിലും അവൻ അത് അമ്മയോട് പറഞ്ഞിട്ടില്ല, ഒളിച്ചു വെച്ചേക്കുന്നവൻ. അവൻ തേഴ്സ്ലെസ് ആണ്, ഡ്രൈ മൗത്ത് ആണ്, തേഴ്സ്ലെസ് ആണ്, ക്ഷീണിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ശരീരത്തൊന്നും കാണൂല. തലേന്നാണെങ്കിൽ അയഡം എങ്ങനെയാണ്? അയഡം ഹോട്ടല്ലേ? അതാണ്, ഇവൻ തേഴ്സ്ലെസ് ആണ്. ഞാൻ മുഴുവൻ പറയട്ടെ. അവൻ വന്നിട്ട് പിന്നെ പുതച്ചിട്ട് കിടക്കുള്ളൂ. ഫാൻ വലിയ ഇഷ്ടമല്ല അവന്, AC-യും വേണ്ട. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യണത് അവനെ അമ്മനായിട്ട് ഒളിച്ചു വെച്ചേക്കണം. അമ്മനെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഇവൻ എന്നോട് അകത്ത് വന്ന് പറഞ്ഞത്. 21 വയസ്സായി, കരയണമുണ്ട് പെട്ടെന്ന് ഇങ്ങനെ വയ്യായി. അപ്പൊ ഞാൻ എന്തുകൊണ്ട് കരഞ്ഞെന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞു, എനിക്ക് എന്റെ സംഭവങ്ങൾ ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ആണോ? നേട്ടർമ്യൂർ വരുമോ? പൾസാറിലല്ലേ അച്ചീവ്മെന്റ് ആയിട്ടുള്ള. അവര് സെന്റിമെന്റൽ ആയിരിക്കും, വീപ്പിംഗ് മോഡ് ആയിരിക്കും, ചേഞ്ചബിൾ നേച്ചർ ആയിരിക്കും. അമ്മയെ വിഷമിപ്പിക്കരുത്, കോൺസലേഷൻ. അമ്മയെ വിഷമിപ്പിക്കരുത്, അമ്മയുടെ സ്നേഹം വേണം. ക്ലിങ്ങിങ് ടു മദർ ആണ്. അതുകൊണ്ടാണ് അമ്മയെ വേദനിപ്പിക്കാതെ വന്ന് ഡോക്ടറെ അടുത്ത് വന്ന് കരയാൻ തുടങ്ങിയത്. ദാറ്റ് ഈസ് പൾസാറില്ല. നേട്ടർമ്യൂർ വരില്ല അല്ലേ? ഹൈഡിങ് വന്നില്ല, അവന് ഒളിച്ചു വെച്ചില്ലേ അത്? ഒളിച്ചു വെക്കുക എന്ന് പറഞ്ഞത് അയഡം ഒളിച്ചു വെക്കുകയല്ല. അയഡം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. ടേസ്റ്റി അല്ലാത്ത ഭയങ്കര, അവരുടെ കണ്ണ് വലുതായിരിക്കും, വാച്ച്ഫുൾ ഐസ് ആയിരിക്കും. എപ്പോഴും നമ്മൾ അയഡം നോക്കുന്ന അങ്ങനെയാണ്. വാച്ച്ഫുൾ, പിന്നെ ഡെലിജന്റ് നേച്ചർ ആയിരിക്കും. ഇത് തേഴ്സ്ലെസ് വന്നെങ്കിൽ പൾസാറിന്റെ 3 മാർക്ക് റെമഡിയാണ് തേഴ്സ്ലെസ്. അപ്പൊ പൾസാറിന്റെ ലെഫ്റ്റ് സൈഡ് സെന്റിമെന്റൽ ആയിരിക്കും. ആസ് വെല്ലാത്ത ഭയങ്കര ചേഞ്ചബിലിറ്റി. അവർക്ക് എപ്പോഴും വീപ്പിംഗ് മൂഡായിരിക്കും. അമ്മയെ വേദനിപ്പിക്കരുത്, ക്ലിങ്ങിങ് ടു മദർ ആണ്. മദറിനോട് ക്ലിങ് ചെയ്യുന്നോണ്ടാണ് അവന് അമ്മയെ വേദനിപ്പിക്കാൻ, അമ്മ വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഡോക്ടറെ അടുത്ത് വന്ന് പറഞ്ഞത്. ഓക്കെ ഡോക്ടറെ, സമയം പോകുന്നു. ഈ സ്കെയിലി നേച്ചർ ഓഫ് ദ ഹെഡ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇത് തന്നെ മതിയോ? പൾസാറ്റിലെല്ലാം കവർ ചെയ്യോ? എന്താണ് സ്കെയിലി ആയിട്ട് പാമ്പിന്റെ ചെതമ്പല് പോലെ തലേന്ന് ഇങ്ങനെ വീഴുന്നുണ്ടെന്ന്. അവന്റെ തലയില് ആരോ ഇരുന്ന് നിരങ്ങുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നു. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവന്റെ തലയിൽ തന്നെ അവൻ തൊപ്പി വെക്കുകയാണ്. തൊപ്പി വെക്കുക എന്ന് പറഞ്ഞാൽ ഈ സോറിയാസിസ് പോലെ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ ഫ്ലൈറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പൾസാറിന്റെ കൊടുത്താൽ മതി. പൾസാറിലെ ഇതെല്ലാം കവർ ചെയ്യും ഡോക്ടറെ. ഇതെല്ലാം സൈക്കോട്ടിക് സിംറ്റം അല്ലേ? സൈക്കോട്ടിക് പൊട്ടൻസി 200 ഒറ്റ ഡോസ് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. നല്ല സെഷൻ ആയിരുന്നു. എന്തായാലും ഡോക്ടർ എന്നോട് പറഞ്ഞില്ല താങ്ക് യു പറയാൻ. എന്നാലും എന്റെ പേഴ്സണലായിട്ട് സെഷൻ ആയിരുന്നു. ഞാൻ എല്ലാ ക്ലാസ്സും കേൾക്കാറുണ്ട്, നോട്ട്സ് എഴുതി വെക്കാറുണ്ട്. വീണ്ടും വരണം. ഒത്തിരി നല്ല ക്ലാസ്, മുഴുവനായില്ല, സാരില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ശുഭരാത്രി. നന്ദി ജയലളിത ഡോക്ടറെ. അങ്ങനെ ഇന്ന് നമ്മുടെ ഈ ദിവസവും വളരെ ഭംഗിയായിട്ട് നടന്നു. ഡോക്ടർ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുമായിട്ട് വരണം. അത് നമുക്ക് ക്ലാസ് നമ്മൾ ഓടിച്ചു വിടണമെന്നില്ല ഡോക്ടറെ. നമുക്കത് നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിൽ പല സെക്ഷനായിട്ട് അങ്ങ് എന്റെ ജീൻസ് അങ്ങനെ ആയിപ്പോയി. സ്പീഡ് ഇങ്ങനെ വന്നു പോണ്, എന്ത് ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. എന്തായാലും ഇത്രയും നല്ല ക്ലാസ് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ്സുമാണിത്. ശരിക്കും ഇത്രയും ക്ലാസ് തന്നതിന് ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ 1545
സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ വീണ്ടും എത്രയും വേഗം ഇതുപോലുള്ള ക്ലാസ്സുമായിട്ട് എത്തണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.